Patriot International proudly presents the unlimited OSCE training for nurses until you pass. Welcome to Go Beyond the Limits podcast studio. ഇവിടെ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് പ്രൊഫഷനേക്കാൾ ടൈറ്റിലിനേക്കാൾ ലിമിറ്റ്സിനേക്കാൾ അപ്പുറം പോകുന്ന ഒരുപാട് കാര്യങ്ങളാണ്. ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ഒരുപാട് സ്പെഷ്യൽ ആണ്. നമ്മുടെ ഫോർച്ച് വെസ്റ്റും ഇന്ത്യൻ ടേസ്റ്റും ഒരുപോലെയാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു പോഡ്കാസ്റ്റ് കൊണ്ടുപോകുന്നത്. അതായത് ഗ്ലോബൽ സ്റ്റാൻഡേർഡും ഒതന്റിക് ടേസ്റ്റും ഒരുമിച്ചാണ് ഇന്നത്തെ പോഡ്കാസ്റ്റ് റൺ ചെയ്യുന്നത്. ഇന്ന് നമ്മളോടൊപ്പം ഇരിക്കുന്നയാള് ഒരു സാധാരണ പ്രൊഫൈലിന്റെ ഉടമയല്ല കേട്ടോ. അതായത് ഇന്ത്യയിലും UK-യിലും ക്വാളിഫൈഡ് ലോയർ ആണ്, ലീഗൽ എക്സ്പേർട്ട്, ഓന്റർപ്രനർ, ടെക്കിലും ആക്റ്റീവ്, അതുപോലെ തന്നെ സ്പോർട്സിലും ആക്റ്റീവ് ആണ്. ഇപ്പൊ ഒരു ഫിലിം പ്രൊഡ്യൂസർ കൂടിയാണ്. സോ നമുക്ക് സമയം കളയാതെ നമ്മുടെ ഹോട്ട് സീറ്റിലേക്ക് സ്വാഗതം ചെയ്യാം അഡ്വക്കേറ്റ് സുഭാഷ് മാനുവൽ. വെൽക്കം യു സുഭാഷ് ചേട്ടാ. എന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ചേട്ടൻ നാട്ടിലെ കരിയർ സ്റ്റാർട്ട് ചെയ്തത് ലോയിലാണ്. എന്തുകൊണ്ടാണ് ലോയിലേക്ക്, അതായിരുന്നു കരിയറിന് ചൂസ് ചെയ്യാനുണ്ടായ റീസൺ എന്തായിരുന്നു? അത് സാധാരണ എല്ലാവരെയും പോലെ തന്നെയാണ്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഈ വാഴ 2 സിനിമ ഉണ്ട്. അപ്പം അതിലും ഈ ഒരു ഫ്ലോ ഞാൻ ശ്രദ്ധിച്ചത്. ചെറുപ്പം തൊട്ട് നമ്മൾ ഈ വീട്ടിലിങ്ങനെ സംസാരിക്കുമ്പോൾ പാരൻസും എല്ലാവരും പറയും നിനക്ക് വക്കീലാവാനുള്ള ഒരു കഴിവുണ്ട് എന്ന് പറയും. അങ്ങനെ അത് എനിക്ക് തോന്നുന്നു അങ്ങനെ ആയിരിക്കും മനസ്സിൽ വന്നത്. പിന്നീട് ഞങ്ങളൊരു ഫംഗ്ഷനിൽ പോയപ്പം ഒരു ഫാമിലി ക്ലബിലുണ്ട്. അന്നത്തെ ലോ കോളേജിൻ്റെ പ്രിൻസിപ്പളായിരുന്ന പോൾ സാറ് പറഞ്ഞു, നിനക്ക് നല്ല കഴിവുണ്ട്, നീ ഇത് നോക്കിയാൽ നല്ലതായിരിക്കും പറഞ്ഞാൽ പുള്ളി എനിക്കൊരു ഇതിനൊരു എൻട്രൻസ് ഉണ്ട് ഇന്ത്യയിലെ കേരളത്തിലെ അത് ക്ലിയർ ചെയ്യണം. അപ്പോൾ ആ ബുക്ക് പുള്ളി എനിക്ക് മേടിച്ചു തന്നു. അപ്പോൾ എന്നാൽ പിന്നെ എന്തായാലും എഴുതിയേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോയി ഞാനത് പഠിച്ചിട്ട് എഴുതി. അപ്പോൾ എനിക്ക് സ്റ്റേറ്റിൽ 50th റാങ്ക് വന്നു. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കോളേജ് ചൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ എറണാകുളം ലോ കോളേജ് ചൂസ് ചെയ്ത് അവിടെ പോയി 5 years നമുക്കൊക്കെ പഠിച്ച കോളേജാണ് എറണാകുളം ലോ കോളേജ്. അതെ, നാട്ടിലെ ലോ കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം UK-ലേക്ക് വന്നു, മാസ്റ്റേഴ്സ് ചെയ്തു. അല്ല, ഞാൻ ഹൈക്കോടതി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു, കേരള ഹൈക്കോടതി. അതിനുശേഷം ഞാൻ ഡൽഹിയിൽ പോയി. അപ്പോൾ എൻ്റെ ആൻറ്റി അവിടുത്തെ ഒരു ഫേമിൽ GM ആണ്. അപ്പോൾ ആൻറ്റി എനിക്ക് വേറൊരു ഫേം റെക്കമെൻഡ് ചെയ്ത് തന്നു. അപ്പോൾ അവിടെ കുറച്ചാളുണ്ട്. അത് അവർ ഡൽഹി ഹൈക്കോർട്ടും സുപ്രീം കോർട്ടിലും ഒക്കെ പ്രാക്ടീസ് ഉള്ളത്. പക്ഷേ നമുക്ക് 3 years കഴിയാതെ സുപ്രീം കോർട്ടിൽ പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ജൂനിയറായിട്ട് അവിടെയൊക്കെ പ്രാക്ടീസ് ചെയ്തു. അന്ന് അങ്ങനെയായിരുന്നു. അതെ, ഡയറക്റ്റ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല, ജൂനിയറായിട്ട് പോകാറ്. അതിനുശേഷം ഞാൻ എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ അവിടുന്ന് എന്നാൽ പിന്നെ LLM എടുക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് LLM എടുത്ത് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇവിടെ വന്ന് LLM എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഇവിടെ ലോയറായിട്ട് രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ ഇവിടെ ഓക്സ്ഫോർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലീഗൽ പ്രാക്ടീസ് എന്ന് പറഞ്ഞിട്ട് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയും ഓക്സ്ഫോർഡ് ബ്രൂക്സ് യൂണിവേഴ്സിറ്റിയും കൂടെ ഒരുമിച്ച് നടത്തുന്ന ഒരു എൻട്രൻസ് ഇതുണ്ട്. അപ്പോൾ അത് ആ കോഴ്സ് പഠിച്ച് അതിൽ എഴുതി. അങ്ങനെ QLTT എന്ന് പറയും, ക്വാളിഫൈഡ് ലോയേഴ്സ് ട്രാൻസ്ഫർ ടെസ്റ്റ്. ഓക്കെ. അങ്ങനെ അവിടുന്ന് ഓക്സ്ഫോർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലീഗൽ പ്രാക്ടീസ് അവിടുന്ന് QLTT പാസ് ചെയ്ത് ഇവിടെ എൻറോൾ ചെയ്തു. പിന്നെ ഇവിടെ പ്രാക്ടീസ് സർട്ടിഫിക്കറ്റ് എടുത്തു. കുറച്ച് നാളിങ്ങനെ പ്രാക്ടീസ് ചെയ്തു. കുറച്ച് കഴിയുമ്പോഴത്തെ പിന്നെ ബിസിനസ്സിലേക്കൊക്കെ മാറിയപ്പോഴത്തേക്ക് ഇപ്പോൾ തൽക്കാലം പ്രാക്ടീസ് ചെയ്യാനൊന്ന് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇത് പറഞ്ഞപ്പോൾ നാട്ടിലും പ്രാക്ടീസ് ചെയ്തു, നാട്ടിലും ലോയർ ആയിരുന്നു. ഇവിടെയും കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഇവിടെയും ലോയറാണ്. നാട്ടിലും ഇവിടെയും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ചോദിച്ചാൽ എന്തായിരിക്കും ലോയിൽ പറയാം? ഏറ്റവും വലിയ ഡിഫറൻസ് നാട്ടിൽ ഇവിടെ ചോദിച്ചാൽ ഡിലേഡ് ജസ്റ്റിസ് ഇസ് ഡിനൈഡ് ജസ്റ്റിസ് എന്ന് പറയും. ഇപ്പോൾ കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് നാട്ടിലുണ്ട്. പക്ഷേ ഡിലേഡ് ജസ്റ്റിസ് ഇസ് ഡിനൈഡ് ജസ്റ്റിസ്. അത് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജുഡീഷ്യറിയും ഇവിടുത്തെ ജുഡീഷ്യറിയും തമ്മിലുള്ളൊരു മെയിൻ ഡിഫറൻസ്. ഇവിടെ ഫാസ്റ്റാണ്. സോ പീപ്പിൾ, നമുക്കൊരു പ്രശ്നം എവിടെയാണെന്ന് ചോദിച്ചാൽ ഈ റൂൾ ഓഫ് ലോ എന്ന് പറഞ്ഞൊരു സംഭവം. റൂൾ ഓഫ് ലോ എന്ന് പറഞ്ഞാൽ ഏതൊരു ഡെമോക്രാറ്റിക് സൊസൈറ്റിക്കും ബേസായിട്ട് വേണ്ടത് റൂൾ ഓഫ് ലോ ആണ്. എന്നുവെച്ചാൽ നിയമവാഴ്ച എന്ന് പറയും. അപ്പോൾ ഈ ഡിലേസ് വരുമ്പോൾ അത് ആൾക്കാർ മാനിപ്പുലേറ്റ് ചെയ്യും, മിസ്യൂസ് ചെയ്യും. ഇപ്പോൾ നമ്മളൊരു ക്രൈം ചെയ്തിട്ട് നമുക്ക് ഇപ്പോൾ ബേസിക് ഡിഫമേഷൻ തന്നെ പറയാം. നിങ്ങളൊരു ക്രൈം ചെയ്തിട്ട് നിങ്ങൾക്ക് 3 വർഷം 4 വർഷം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നതെങ്കിൽ മൈൻഡ് ഡൂയിങ് ദാറ്റ് അഗെയിൻ ആൻഡ് അഗെയിൻ, കാരണം ഹി ഈസ് ഗെറ്റിംഗ് ദാറ്റ് ടൈം. ഇവിടെ അങ്ങനെയല്ല. വിത്തിൻ 6 months റൂൾ ഓഫ് ലോ വിൽ ഓവർ റൈഡ് യുവർ വാട്ട് എവർ ഇല്ലീഗാലിറ്റി ഓർ വാട്ട് എവർ യു ഡൂയിങ്. അപ്പോൾ എന്താ വെച്ചാൽ ദേ ഡോണ്ട് ടേക്ക് ദ ചാൻസ്. അപ്പോൾ അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള, നമ്മളിപ്പോൾ സിമ്പിളായിട്ട് പറയാം, മലയാളികൾ, കേരളത്തിൻ്റെ പുറത്തുള്ള മലയാളികൾ, അവർ ഇപ്പോൾ മെയിനായിട്ട് ദുബായ്, ഇവിടെ US ഒക്കെ ആണല്ലോ, ദേ ഫോളോ ദ ലോ because they know the rule of law will take over in 6 months time, even if they go against it. Keralathil they go to any extent because they know rule of law will only apply. It will apply, but only slowly, and in the meantime you can put political pressure, whatever pressure, do whatever you want,
ആൻഡ് ദാറ്റ്സ് എ പ്രോബ്ലം. അതാണ് ഞാൻ മെയിനായിട്ട് കാണുന്ന ഒരു ഡിഫറൻസ്. വലിയ ഇഷ്യൂ ആണ് അല്ലേ? കാരണം ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു ഡിഫെയിം കേസ്, ഒരു ഡിഫോമേഷൻ വന്നു, ഒരാളെ ഇപ്പം ഒരു പർട്ടിക്കുലർ അലിഗേഷൻ വെച്ച് ഒരു 3-4 ഇയേഴ്സിന് ശേഷം അതിന്റെ റിസൾട്ട് വരുമ്പോൾ ആളുടെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് പിന്നെ ഇല്ല അല്ലേ? ഇതൊരു മെയിൻ ഇഷ്യൂ എന്നുള്ളതല്ല, ഇത് മാത്രമാണ് ഇഷ്യൂ എന്ന് ഞാൻ പറയും എൻ്റെ ഒരു അഭിപ്രായത്തിൽ. കാരണം എന്താ വെച്ചാൽ ഈ റൂൾ ഓഫ് ലോ ഉണ്ടെങ്കിൽ ഇപ്പം നമ്മൾ മലയാളികൾ പുറത്ത് ജീവിക്കുന്ന, അല്ലെങ്കിൽ കേരളത്തിൽ മലയാളികൾ ജീവിക്കാൻ തുടങ്ങും. കാരണം വി ആർ നോട്ട് എഗെയിൻസ്റ്റ് ലോ, ബട്ട് ഇഫ് യു ഗിവ് ദം ദ ലൂപ്പ് ഹോൾ, അതിനുള്ളൊരു അവസരം കൊടുത്തു കഴിഞ്ഞാൽ ആരാ ചെയ്യാം? നാട്ടിലുള്ള മലയാളികൾ ഇതിനെ മുതലെടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ബിസിനസ്സൊക്കെ നോക്കിയാൽ, നമ്മൾ കേരളത്തിൻ്റെ പുറത്ത് നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ ഈ റൂൾ ഓഫ് ലോ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് സോ യു ക്യാൻ ഈസിലി ഡു എ ബിസിനസ്. കേരളത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. എക്സാക്ട്ലി, ശരിയാ. കാരണം റൂൾ ഓഫ് ലോ ഇല്ല. റൂൾ ഓഫ് ലോ ഇല്ലാത്തപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഉണ്ട്, ഡിലേഡാണ്. റൂൾ ഓഫ് ലോ ഇല്ലാത്തപ്പം എ ബിസിനസ് കനോട്ട് സർവൈവ്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പം ഞാൻ എപ്പോഴും കമ്പയർ ചെയ്യുമ്പോൾ ഇംഗ്ലീഷുകാരെന്ന് പറയുമ്പോൾ ഇവിടുത്തെ ബ്രിട്ടീഷേഴ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് നല്ല ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്. സെയിം അല്ലെങ്കിൽ ഈവൻ ബെറ്റർ ആണ് മലയാളികൾ. പക്ഷേ ദേ ഫോളോ ദ റൂൾ ഓഫ് ലോ. കുറച്ച് പേര് ഫോളോ ചെയ്താൽ മതി, മൊത്തം കൊളമായി. ശരിയാണ്. ദാറ്റ് ഈസ് വാട്ട് ഐ തിങ്ക് ഇസ് ദ പ്രോബ്ലം. ബെസ്റ്റ് എക്സാമ്പിൾ നമ്മുടെ ട്രാഫിക് സിസ്റ്റം തന്നെയാണ്. കാരണം മലയാളികൾ എത്ര പറഞ്ഞാലും ചില കാര്യങ്ങൾ ചെയ്യില്ല. സെയിം ടൈം നമ്മൾ ഇവിടെ വന്നാൽ വി ഡു ഫോളോ. അതെ, അതിപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ പുതിയ ക്യാമറ സിസ്റ്റം ഒക്കെ വരുമ്പോഴത്തേക്കും എന്ന് പറഞ്ഞാൽ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഹാസ് ടു ഇമ്പ്രൂവ്. അതുകൊണ്ടാണ് നമ്മൾ സർവീസ് സെക്ടറാണ്. അതായത് ഇപ്പോൾ ഏതൊരു മനുഷ്യനും ആദ്യം വേണ്ട സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട് അല്ല എല്ലാവർക്കും. ആൻഡ് വി എക്സ്പെക്ട് അതേഴ്സ് ടു റെസ്പെക്ട് എന്ന് വെച്ചാൽ ഒരു മ്യൂച്വൽ, അല്ലെങ്കിൽ എന്താ പറയുക, നമുക്കൊരു ഇൻറ്റഗ്രിറ്റി ഉണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട്. ആൻഡ് വി വോണ്ട് ദാറ്റ് ടു ബി പ്രൊട്ടക്റ്റഡ്. അല്ലാണ്ട് ആൾക്കാർ കയറി നമ്മളെ അറ്റാക്ക് ചെയ്യുക, നമുക്ക് അതിനൊരു പ്രൊട്ടക്ഷൻ ഇല്ലാത്തൊരവസ്ഥ എന്ന് പറയുന്നത് വളരെ അതുകൊണ്ടാണ് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മളിപ്പോൾ ഗൂഗിള്, ഫേസ്ബുക്ക്, അല്ലെങ്കിൽ ആപ്പിൾ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഇന്നവേറ്റീവ് ആയിട്ടുള്ളൊരു ബിസിനസ് കേരളം മാത്രമല്ല കേട്ടോ, ഇന്ത്യയിൽ വളരും. ഇന്ത്യയിൽ ഉള്ളി അടിമകളെ വന്നു. അതുകൊണ്ടാണ് എന്താ നമ്മളെല്ലാവരും ജോലിക്കാരായി പോകും. വി ബിക്കം എ സർവീസ് ഓറിയൻറ്റഡ് കമ്മ്യൂണിറ്റി ആയി മാറുക. ആൻഡ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷനും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള റൈറ്റ്സ് ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുമ്പോൾ, സെൽഫ് റെസ്പെക്റ്റ്, കുറച്ച് ഇൻറ്റഗ്രിറ്റി ഒക്കെ കീപ്പ് ചെയ്യുന്ന, റൂൾ ഓഫ് ലോ പെട്ടെന്ന് അപ്ലൈ ചെയ്യുന്ന രാജ്യങ്ങളാണ് UK, വെസ്റ്റേൺ കൺട്രീസ് ഒക്കെ കൂടുതലും. അതുകൊണ്ട് എന്താണ്, വി ഡോണ്ട് ഗോ ആൻഡ് ഹറാസ് അതേഴ്സ്. കാരണം വി കനോട്ട് ഗോ ബിയോണ്ട് എ സെർട്ടൻ പോയിന്റ്. അതുകൊണ്ട് അവർക്ക് അങ്ങനെയുള്ളവർക്ക് എന്താ സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട്, ഇൻറ്റഗ്രിറ്റി ഉള്ളതുകൊണ്ട് അങ്ങനെയുള്ള ബിസിനസ്സുകളും അങ്ങനെയുള്ള ഐഡിയാസും വളരും. ലോകം അവർ കൺട്രോൾ ചെയ്യും. സോ until and unless this delayed justice thing is sorted, നമ്മൾ എല്ലാവരെയും സെർവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അണ്ടർഡോഗ്സ് പോലത്തെ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് നമ്മൾ മാറും. അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ളൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ളൊരു ബിസിനസ് പറയാം. ഗൂഗിൾ പോലെ, ഫേസ്ബുക്ക് പോലെ, ആപ്പിൾ പോലെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ളൊരു ബിസിനസ് ഇന്ത്യയിൽ നിന്ന് എല്ലാ സർവീസ് സെക്ടറിലുണ്ട്. നമ്മൾ IT സെക്ടർ, വിപ്രോ, ഏത് കമ്പനിയോട് എടുത്തോ സർവീസ് സെക്ടറിലുണ്ട്. കാരണം എന്താ, വി ആർ സെർവിങ് അതേഴ്സ്. കാരണം മറ്റത് പറ്റില്ല, കാരണം മറ്റത് നമ്മൾ അടിച്ചമർത്തപ്പെടും. സോ അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. റൂൾ ഓഫ് ലോ ആണ് ബേസ്. റൂൾ ഓഫ് ലോ ആണ് ഏത് കമ്മ്യൂണിറ്റിയുടെയും ബേസ്. റൂൾ ഓഫ് ലോ ആണ്. ഇല്ലെങ്കിൽ എന്താ, ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ സെറ്റ് ചെയ്താൽ, ഇപ്പോൾ നമ്മൾ കോസ്റ്റേ പോയി കോഫി കുടിക്കുന്നു, അതൊരു മിനിമം സ്റ്റാൻഡേർഡ് നമുക്കറിയാം. എന്ന് പറഞ്ഞാൽ റൂൾ ഓഫ് ലോ അഷ്വേർഡ് ആണ്. ഇന്ത്യയിൽ റൂൾ ഓഫ് ലോയുടെ സ്റ്റാൻഡേർഡ് ഇച്ചിരി താഴെ, സ്ലോയാണ്. UK അങ്ങനെയല്ല, അല്ലെങ്കിൽ അമേരിക്കയിൽ അങ്ങനെയല്ല. സോ അതനുസരിച്ചാണ് ഒരു കമ്മ്യൂണിറ്റിയും ഒരു ഐഡിയയും ഒരു ഓൺട്രപ്രണർഷിപ്പും ഒക്കെ വളർന്നു വരുന്നത്. സോ ദാറ്റ് ഈസ് വാട്ട് ഐ ഫീൽ. അതാണ് ഈ ലോ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ആലോചിക്കുവാണേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. നമ്മൾ എത്രമാത്രം തോട്ട്ഫുൾ ആയിട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. കാരണം ചില കാര്യങ്ങൾ ഇപ്പോൾ ചേട്ടൻ പറയുമ്പോഴാണ് ശരിയാണ്, നമുക്ക് സർവീസ് ഓറിയൻറ്റഡ് ആണ്. ഓട്ടോമാറ്റിക്കലി നമ്മൾ മൊത്തത്തിൽ കേരളത്തിൽ പ്രത്യേകിച്ച് പറയുവാണെങ്കിൽ നമ്മൾ അങ്ങനെ ആയിപ്പോയി. അതേ പറ്റൂ. കാരണം അതിൻ്റെ അപ്പുറത്ത് ഒരാൾ ഇന്നോവേറ്റീവ് ആയിട്ടൊരു സാധനം കൊണ്ടുവന്നാൽ പറ്റുമോ? അതിനെ ഡീഫെയിം ചെയ്യും, അതിനെ അയാളെ ഹറാസ് ചെയ്യും, അയാളെ എങ്ങനെ അല്ലേ? ശരിയാ. സോ മെനി പൊളിറ്റിക്സ് ഉണ്ട്, കറപ്ഷൻ ഉണ്ട്. ഇതെല്ലാം കൂടെ വന്നിട്ട് ഒരാൾ വളരുന്ന കാണുമ്പോൾ ഒരാൾ വളരണം എന്നില്ല ഓട്ടോമാറ്റിക്കലി. ഞാൻ വായിച്ചൊരു ഒരു ജഡ്ജിൻ്റെ ഒരു ഇതുണ്ട്, അത് എനിക്ക് ഭയങ്കര ടച്ച് ചെയ്തൊരു സംഭവം. പുള്ളി പറഞ്ഞതാണ്, വേർ കറപ്ഷൻ സ്റ്റാർട്ട്സ് റൈറ്റ്സ് എൻഡ്. റിയാലിറ്റി റൈറ്റ്സ് എൻഡ്സ് വേർ കറപ്ഷൻ സ്റ്റാർട്ട്സ്. അപ്പോൾ അതായത് നമുക്ക് ആർക്കും റൈറ്റ്സ് ഇല്ല, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു. എന്തുകൊണ്ടാണ് റൂൾ ഓഫ് ലോ കുറവാണ്. കോർട്ട്സ് ക്യാൻ ബി മോർ
സ്ട്രിക്റ്റ്. ഇപ്പോൾ ഏറ്റവും സിമ്പിൾ ഉദാഹരണം, ഇപ്പം അത് എനിക്ക് തോന്നുന്നത് വെച്ചാൽ ലോവർ ജുഡീഷ്യയുടെ ഒരു മെയിൻ ഇതാണ് അരവിന്ദ് കെജ്രിവാൾ. 90 ദിവസം അത് കഴിഞ്ഞിട്ട് കോടതി പറഞ്ഞു. പക്ഷെ ബട്ട് ഇറ്റ്സ് ഓൾ ഗോൺ അല്ലേ. 3 മാസം കഴിഞ്ഞു. വാട്ട് ഹാപ്പൻസ് ടു ഹിസ് പേഴ്സണൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്? വിത്ത് സീറോ എവിഡൻസ് ഹി വാസ് ഡിനൈഡ്. അപ്പം അതാണ് പ്രോബ്ലം. ഇവിടെ അത് നടക്കില്ല. അൺലെസ് ആ ഒരു പേഴ്സൺ മുമ്പേ അവർ റിയാലിറ്റി. ഇവിടെ കറപ്ഷൻ ഇല്ല, പോലീസ് അങ്ങനത്തെ ചെയ്യില്ല. ലോവർ കോർട്ടാണ് ഏത് കോർട്ടാണുള്ളത് അലൗ ചെയ്യില്ല. അങ്ങനെ ഒരു പോലീസുകാരൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പറ്റില്ല. ഇന്ത്യയിൽ നിയമമുണ്ട്. ഇന്ത്യയിൽ സുപ്രീം കോർട്ട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് പ്രത്യേകിച്ച് ഈ പറഞ്ഞ സിവിൽ കൊമേഴ്ഷ്യൽ ഡീലിങ്സ് ഇല്ലേ, സിവിൽ കൊമേഴ്ഷ്യൽ ഡീലിങ്സിനെ ഈ ക്രിമിനൽ ചീറ്റിങ്ങിലേക്ക് കൊണ്ടുവരുന്നത് പറ്റില്ല. കാരണം അത് ഫ്രം ദ ഇൻസെപ്ഷൻ ഉണ്ടാവണമെന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ആർക്കെതിരെ വേണേൽ എന്ത് വേണേലും എഴുതി വെക്കും. അപ്പോൾ പിന്നെ എന്തായി, പിന്നെ പോലീസിനെ കൺട്രോളായി. പോലീസ് വി നോ ഇറ്റ്സ് ലൈക്ക് മോസ്റ്റ്ലി കറപ്റ്റഡ്. അപ്പം അങ്ങനെയുള്ള പ്രോബ്ലംസ് വരുമ്പോൾ ബിസിനസ് കനോട്ട് ഡെവലപ്പ്. പ്രത്യേകിച്ച് ഇന്നോവേറ്റീവ് ഐഡിയാസ് അവിടെ തീർന്നു. ഒരു ഗ്രോത്ത് ഇല്ല. അതെ, അല്ലെങ്കിൽ നമ്മൾ കറക്റ്റ് ആവണം. നമ്മൾ അവർക്ക് കൈക്കൂലി കൊടുക്കുക. പക്ഷേ അവിടെ പ്രശ്നം എവിടെയാണെന്ന് വെച്ചാൽ ഓക്കെ കറക്റ്റായി, ഇനിയിപ്പോൾ നമ്മൾ നാടോടുമ്പം നടുവേ ഓടുക എന്നുള്ളതാണ് പ്രിൻസിപ്പിളെങ്കിൽ അങ്ങനെ ആവാം എന്ന് വിചാരിച്ചാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഒരു പരിധി എത്ര വരെ, ആഫ്റ്റർ സർട്ടൺ ലെവൽ യു ഹാവ് ടു ഫോളോ. കാരണം അത് റൂൾ ഓഫ് ലോ അല്ല, കറപ്ഷനാണ്. സോ ഇറ്റ്സ് എ മാനിപ്പുലേഷൻ. അപ്പോൾ അത് ഒരു പരിധി വിട്ട് അതിനെ വളർത്താൻ പറ്റില്ല. അപ്പോൾ ഇന്നോവേറ്റീവ്സ് ഐഡിയാസ് വരത്തില്ല. അല്ലാതെ ട്രഡീഷണൽ ബിസിനസ്സസ് നടക്കും. നമ്മളൊരു സർവീസ് സെക്ടറായിട്ട് ഒരു എന്താ പറയുക സെക്കൻഡ് ക്ലാസ് കമ്മ്യൂണിറ്റി ആയിട്ട് നമ്മൾ എന്നും നിലനിൽക്കും, ഇത് മാറുന്നവരെ. ദി എൻഡ് ഓഫ് ദി ഡേ ഇപ്പം ചേട്ടനൊരു ചോയ്സ് ഉണ്ട്. ആസ് എ ലോയർ ചേട്ടൻ ഇനി വർക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇന്ത്യയിൽ വർക്ക് ചെയ്യുമോ UK വർക്ക് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ചേട്ടൻ ഏതായിരിക്കും ചൂസ് ചെയ്യുന്നത്? സത്യം പറഞ്ഞാൽ ഈ ലീഗൽ പ്രൊഫഷൻ കാര്യം ഞാൻ ഇങ്ങനെയൊക്കെ പോയി ആയെങ്കിലും ഇപ്പം ഞാൻ ഇവിടുത്തെ ചെയ്ത 1-2 കേസസ് ഞാൻ പറഞ്ഞുതരാം. അത് എൻ്റെ തന്നെ 1-2 കമ്പനീസിൻ്റെ നമുക്ക് തന്നെ അപ്പിയർ ചെയ്യാൻ പറ്റുന്ന കേസസ് ഉണ്ട്. ഒരു കേസിൽ നമ്മളൊരു വേർഡ് കണ്ടുപിടിച്ചു. അതിന് നമ്മൾ വേറൊരു കമ്പനി, റഷ്യൻ കമ്പനിയാണ്, സോഫ്റ്റ് ബാങ്കൊക്കെ അവരെ ഫണ്ട് ചെയ്തിട്ടുള്ളൊരു കമ്പനിയാണ്. അവർ നമ്മുടെ ഇത് കോപ്പി ചെയ്തു. അപ്പം നമ്മൾ ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷെ നമുക്ക് അൺരജിസ്റ്റേർഡ് ട്രേഡ് മാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കേസ് നമ്മളിങ്ങനെ ഞാൻ തന്നെയാണ് ചെയ്തത്. അത് ഹൈക്കോർട്ടിൽ വന്നു, പിന്നെ അത് കോർട്ട് ഓഫ് അപ്പീൽ, പിന്നെ അത് ഇവിടുത്തെ സുപ്രീം കോർട്ടിലും കൊടുത്തു. ഞാൻ തന്നെയാണ് അത് കമ്പനിക്ക് വേണ്ടി ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഒത്തിരി എക്സ്പീരിയൻസ് ഉണ്ട്, നല്ലതുകൊണ്ട് മോശമുണ്ട്. ഇപ്പോൾ ഈ റെക്യൂസൽ ഓഫ് ജഡ്ജസ് എന്ന് പറയും. എന്നുവെച്ചാൽ ഇപ്പം നമ്മുടെ നാട്ടിൽ നടന്നൊരു കേസാണ്. അതായത് ജഡ്ജിനോട് ഇപ്പം ജഡ്ജ് ബയസ്ഡാന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ വി ക്യാൻ മേക്ക് എൻ ആപ്ലിക്കേഷൻ ടു ദ ജഡ്ജ് ദാറ്റ് ഐ ഫീൽ ബിക്കോസ് ഓഫ് ദീസ് റീസൺസ് യു ആർ ബയസ്ഡ്, സോ യു ഷുഡ് നോട്ട് കണ്ടിന്യൂ വിത്ത് ദിസ് കേസ് എന്ന് പറയാം. സീരിയസ്ലി? അപ്പോൾ ഞാൻ ഇവിടുത്തെ ഹൈക്കോടതി ജഡ്ജിനും ഇവിടുത്തെ കോർട്ട് ഓഫ് അപ്പീലിലെ ജഡ്ജിനും ഞാൻ റെക്യൂസൽ കൊടുത്തിരുന്നു. പുള്ളി റെക്യൂസ് ചെയ്തു. നാട്ടിലും ചെയ്യും, റെക്യൂസലൊക്കെ നാട്ടിലും ചെയ്യും. പക്ഷേ അതെനിക്കൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ നമുക്കത് പറയാനുള്ള ധൈര്യം എന്ന് പറയുന്നത് ഇപ്പം ഇവിടുത്തെ കോടതി ആയതുകൊണ്ട് എനിക്ക് പറയാം. ആൻഡ് ദേ വിൽ നോട്ട് അറ്റാക്ക് മീ ബാക്ക്. നാട്ടിലും ഹൈക്കോർട്ടൊക്കെ ചെയ്യും. അതെ, നമുക്ക് ആ ഒരു ഫിയർലെസ്നെസ്, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. സി റൂൾ ഓഫ് ലോ ഇസ് ദെയർ, വി ആർ ഫിയർലെസ്. കാരണം നമ്മൾ നിയമത്തെ മാത്രം ഫോളോ ചെയ്താൽ മതി. റൂൾ ഓഫ് ലോ ഇല്ലെങ്കിൽ നമ്മൾ ആരെ ഫോളോ ചെയ്യണം? പോലീസുകാരനെ ഫോളോ ചെയ്യണോ, രാഷ്ട്രീയക്കാരനെ ഫോളോ ചെയ്യണോ, അതോ എൻ്റെ കോമ്പറ്റീറ്ററെ ഫോളോ ചെയ്യണോ? എനിക്കറിയില്ല. നമ്മൾ കൺഫ്യൂസ്ഡ് ആണ്. മറ്റേതെന്ന് വെച്ചാൽ ക്ലാരിറ്റി ഓഫ് തോട്ട് നമുക്ക് ക്ലിയർ ആണ്. കാരണം വി ജസ്റ്റ് നീഡ് ടു ഫോളോ ദ റൂൾ ഓഫ് ലോ. നമ്മളത് ഫോളോ ചെയ്തുകൊണ്ട് പോയാൽ എവറിത്തി സിസ്റ്റം വിൽ പ്രൊട്ടക്ട് അസ്. മറ്റേ തിരിച്ചാ, നമ്മളത് ഫോളോ ചെയ്ത സിസ്റ്റം വിൽ അറ്റാക്ക് അസ്. റിയാലിറ്റി. അപ്പോൾ ഇതെനിക്കൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. Well, it's not a very good pleasant experience, but it was like a career learning. അതെ, കരിയർ വൈസ് നോക്കുമ്പോൾ അതെനിക്കൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അല്ല, അറ്റ്ലീസ്റ്റ് മറ്റൊരു രാജ്യത്ത് വന്ന് നമ്മൾ we took that courage. അതെനിക്കൊരു പിന്നെ നമുക്കൊരു ബയസ് ഫീൽ ചെയ്താൽ നമ്മൾ അതിനോട് പ്രതികരിക്കാന്ന് പറയുന്നത് ജെന്യൂൻ റീസൺ വേണം. ബട്ട് ഐ ഹാഡ് ദ ജെന്യൂൻ റീസൺസ് ആൻഡ് ഹി അഗ്രീഡ് ടു ഇറ്റ് ആൻഡ് ഹി റിക്യൂസ്ഡ് ഹിംസെൽഫ്. എനിക്കൊരു ഹോണസ്റ്റ് ആൻസർ ആണ് ഇനി ഇതിന് വേണ്ടത് കേട്ടോ. ഇപ്പം നമ്മൾ ഒരുപാട് മൂവീസിലൊക്കെ കോർട്ട് റൂം സീൻസ് ഒക്കെ നമ്മൾ കാണാറുണ്ട്. സോ അങ്ങനെ കാണുമ്പോൾ റിയൽ ലൈഫിൽ ഒരു ലോയറായിട്ടിരിക്കുമ്പോൾ ഈ മൂവീസിൽ കാണുന്ന ഫിലിംസിൽ കാണുന്ന കോർട്ട് റൂംസ് ഒക്കെ റോങ് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ടോ? അല്ലെങ്കിൽ അതിലുള്ള റിയാലിറ്റി എന്താണ്? മമ്മൂക്ക ഒരു ഇൻ്റർവ്യൂവിൽ കഴിഞ്ഞ ദിവസം പറയുന്ന കേട്ടു. അത് ഞാൻ എവിടെയോ ഒരു ടോക്കിൽ മമ്മൂക്ക ഇങ്ങനെ പറയുന്ന കേട്ടു. അതായത്
ഞാൻ ഓർക്കത്തില്ല ഇൻ്റർവ്യൂലാണോ അതോ വെറുതെ ഒരു ഡിസ്കഷൻ ഇരുന്ന സമയത്താണോ എന്ന് നമുക്ക് ആരോട് പറയുന്നത് ഞാൻ കേട്ടു. അതായത് കുറച്ച് ഡ്രമാറ്റിക് ആയില്ലെങ്കിൽ ആൾക്കാർക്ക് സിനിമ കാണാൻ പറ്റില്ല അല്ലേ. ഇത് നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആവണ്ടേ അത്. പക്ഷെ കോട്ടിൽ അങ്ങനെ ഒരു സംഭവമില്ല. ഇൻട്രസ്റ്റിംഗ് ആക്കുക എന്നുള്ളതല്ലല്ലോ, രണ്ടുപേരും അവരുടെ ലൈഫ് വെച്ചിട്ട് ഇരിക്കുകയാണ് അവർ. അപ്പോൾ അവിടെ ഇറ്റ്സ് എ ഡിഫറെൻറ്റ് സ്റ്റോറി ഓൾ ടുഗെദർ. ബട്ട് ഓബ്വിയസ്ലി ക്ലോസിങ് സ്റ്റേറ്റ്മെൻറ്റ്സും എൻഡിങ് സ്റ്റേറ്റ്മെൻറ്റ്സും കൺക്ലൂഷനൊക്കെ ഉണ്ട്. ആ സമയത്ത് കുറച്ചൊക്കെ നമുക്ക് അങ്ങനെ പറയാം എന്നല്ലാതെ കംപ്ലീറ്റ്ലി ഡ്രമാറ്റിക് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് റിയാലിറ്റി. ഫിലിം ആവുമ്പോൾ അതിൻ്റെതായ രീതിയിലുള്ള, അല്ലെങ്കിൽ ആർക്കാ താല്പര്യം കാണാം, നമുക്ക് ചില ആൾക്കാർ കാണണ്ടേ. കുറച്ചൊരു എക്സാജറേഷനും ഡ്രമാറ്റിക്കും ആകുമ്പോഴാണല്ലോ ഈ മോർ ദാൻ ലൈഫ് എക്സ്പീരിയൻസ് വരുമ്പോഴാണല്ലോ ആൾക്കാർക്ക് അതിനോടൊരു ഇൻട്രസ്റ്റ്. ഒബ്വിയസ്ലി ഡെഫിനറ്റ്ലി. സോ യു ഷുഡ് നോട്ട് എക്സ്പെക്ട് എന്നേ പറയുള്ളൂ. സിനിമയിൽ അതുപോലെ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര ബോറായിരിക്കും. അങ്ങനെ ആരിരുന്ന് കാണും അല്ലേ. അതെ. ചേട്ടൻ നമുക്കിപ്പം ഈ ഒരു ഫീൽഡ്, എസ്പെഷ്യലി ചേട്ടൻ ലോയിൽ ആയതുകൊണ്ട് ചോദിക്കുന്നതാണ്, നമുക്ക് ഒരുപാട് കമ്പനീസ് UK ലോ റിലേറ്റഡ് ആയിട്ട് നമുക്ക് ആവശ്യങ്ങൾ വരുന്നുണ്ട്. എന്നാൽ ഇതേ ലോ എന്നുള്ള ഒരേ ഫാക്ടറി എക്സ്പ്ലോയിറ്റേഷൻസ്, അബ്യൂസ് നേരിടുന്ന ആൾക്കാരും ഉണ്ട്. ചിലപ്പോൾ എനിക്ക് ജെനുവിനായിട്ടൊരു സർവീസ് വേണ്ടിയിരിക്കെ എനിക്കത് കിട്ടിയിട്ടുണ്ടാവില്ല ഒരു കമ്പനി പെർസ്പെക്റ്റീവിൽ. അങ്ങനെ ഉള്ള ഇഷ്യൂസ് ചേട്ടന് ഫ്രണ്ടിൽ വന്നിട്ടുണ്ടോ ആസ് എ ലോയർ? ഒന്നുകൂടെ ക്ലാരിഫൈ. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു എന്ത് സർവീസാണ്? ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാനൊരു കമ്പനി റൺ ചെയ്യുന്നു, എനിക്കൊരു പ്രശ്നം വന്നു, ഞാൻ ചേട്ടനെ അപ്രോച്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ ആസ് എ ലോയർ ഞാൻ ഒരാളെ അപ്രോച്ച് ചെയ്യുന്നു. പക്ഷെ എനിക്ക് വേണ്ടുന്ന സർവീസ് എനിക്ക് ക്ലിയർ ആയിട്ട് കിട്ടിയില്ല. എൻ്റെ ഭാഗത്തായിരുന്നു റൈറ്റ്. പക്ഷെ എനിക്ക് when it comes to ഒരാളെ എനിക്ക് വേണ്ടി പ്രസന്റ് ചെയ്യുമ്പോൾ എനിക്ക് വേണ്ടുന്ന ജസ്റ്റിസ് എനിക്ക് അവിടെ കിട്ടിയില്ല. ഡു യു തിങ്ക് that it is happening in UK? See, it depends. എനിക്ക് 1-2 കേസസ് അറിയാം. അതായത് ഹൈ ലെവൽ, അതായത് ഇപ്പോൾ ചില സമയത്ത് ചില പോയിൻറ്റ്സ്, ഒരു ഡിഫെൻസ് ഫോർ എക്സാമ്പിൾ, ഒരു ക്ലയൻറ്റിന് അതിൻ്റെ റൈറ്റ് ഉണ്ട്, പക്ഷേ ഇറ്റ് വാസ് നോട്ട് റേസ്ഡ് ഇൻ ദ കോർട്ട്. അതായത് എൻ്റെ ഒരു ഡിഫെൻസ് അത് റേസ് ചെയ്തില്ല. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി അതിൽ ഫെയിൽ ആവും. അപ്പോൾ ഇവിടുത്തെ നിയമം അനുസരിച്ച് നമ്മളെ ഒരു വക്കീൽ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ അയാൾ ആ പോയിന്റ് റേസ് ചെയ്തില്ലെങ്കിൽ നമ്മൾ തോക്കും, ഡെഫിനറ്റാണ്. പക്ഷേ കോർട്ടിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ കോർട്ട് ഈസ് കറക്റ്റ്, കാരണം ഇറ്റ് വാസ് നോട്ട് റേസ്ഡ്. ബേസിക്കലി ഇറ്റ് വാസ് യുവർ റെസ്പോൺസിബിലിറ്റി ടു റേസ്. പക്ഷേ യു വെയർ ആക്ച്വലി ഫെയിൽഡ് ബൈ യുവർ ലോയർ. പക്ഷേ കോടതി പറയുന്നത് യു ആർ റെപ്രസെൻറ്റഡ്, സോ യു കെ നോട്ട് കം ബാക്ക് അഗെയിൻ. അത് പ്രിൻസിപ്പിൾ ഓഫ് എസ്റ്റോപ്പൽ എന്നൊക്കെ പറയും. അതായത് നമുക്ക് ഒരേ കേസ് രണ്ടാമത് കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളൊരു പ്രിൻസിപ്പിളുണ്ട്. അപ്പോൾ നമ്മൾ ചോദിക്കും, അങ്ങനെയാണ് എൻ്റെ റൈറ്റ് പോയില്ലേ. സോ യുവർ റൈറ്റ് ഇസ് അഗെയിൻസ്റ്റ് ദ ലോയർ നൗ. സോ യു ക്യാൻ മേക്ക് എ ക്ലെയിം അഗെയിൻസ്റ്റ് ദ ലോയർ. അത് ഇവിടുത്തെ SRA, സോളിസിറ്റർ റെഗുലേറ്ററി അതോറിറ്റി, അല്ലെങ്കിൽ ലോ സൊസൈറ്റിയിൽ ബാരിസ്റ്റർ ആണെങ്കിൽ നമുക്കത് റേസ് ചെയ്താൽ അതിനുള്ള അവർ ഇൻഷുർഡ് ആണ്. സോ യു വിൽ ഗെറ്റ് പെയ്ഡ് ബൈ ദെയർ ഇൻഷുറൻസ്. സോ അതാണുള്ള പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. അല്ല ഇനിയിപ്പം എക്സ്ട്രീംലി എന്താ പറയുക, ഇറ്റ് വിൽ റിസൾട്ട് ഇൻ എ ഗ്രോസ് ഇൻജസ്റ്റിസ്. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ കോടതിക്ക് വേണമെങ്കിൽ ഈ പ്രിൻസിപ്പിൾ ഓഫ് എസ്റ്റോപ്പിൽ അപ്ലൈ ചെയ്യാതിരിക്കാം. ഷുഡ് നോട്ട് അപ്ലൈ എന്നാണ്, പക്ഷേ അത് കോടതിയുടെ ഡിസ്ക്രിപ്ഷനാണ്. ഡിപ്പെൻഡ്സ് ഓൺ ഹൗ ഇമ്പോർട്ടൻറ്റ് ഓർ ഹൗ മച്ച് ഇൻജസ്റ്റിസ് ഇസ് ഗോണ ഹാപ്പൻ ടു യു എന്നുള്ളതിനനുസരിച്ച് കോടതിക്ക് വേണമെങ്കിൽ അത് അലൗ ചെയ്യാം. ഈ ഇൻസിഡന്റിന്റെ സിവിയാരിറ്റി ബേസ് ചെയ്തിട്ടായിരിക്കും ഇതിന്റെ റെസ്പോൺസിബിൾ. സിവിയാരിറ്റി ഓഫ് ദ ഇൻജസ്റ്റിസ് ദാറ്റ് ഇസ് ഗോണ ഹാപ്പൻ ടു യു. മനസ്സിലായില്ലേ? അത് കോടതി ഒരു മാനുഷിക പരിഗണനയാണ്. അവിടെ അത്രയ്ക്ക് വലിയ ഇൻജസ്റ്റിസ് അല്ല, ചെറിയ ഇപ്പം കുറച്ച് പൈസയുടെ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഇവിടെ പോയി ക്ലെയിം ചെയ്തു. See, what you are going to lose is 100,000 pounds or 200,000 pounds or 10,000 pounds, whatever it is. അപ്പോൾ വീണ്ടും കോടതിയുടെ സമയം കളയുന്നതിന് വരെ കോടതി യു ക്യാൻ ക്ലെയിം അഗെയിൻസ്റ്റ് ദ ലോയർ, അല്ലേ? ഓവർ ഇസ് ദ ലോയർ, യു ക്യാൻ ക്ലെയിം മീ ആൻഡ് മൈ ലോയർ ആയി. അതെ. അല്ലെങ്കിൽ ഇപ്പം യു ആർ ഗോൺ ടു ബി എന്താ പറയുന്നത്, ഇവിടുന്ന് തിരിച്ച് നാട്ടിലേക്ക് കയറ്റി വിടുകയാണ്, അല്ലെങ്കിൽ ഒരു ബേസിക് ഫണ്ടമെൻ്റൽ റൈറ്റ് ഇസ് ബീൻ വയലേറ്റഡ് ബിക്കോസ് ഓഫ് ദാറ്റ് എന്ന് നോർമലി അത് സംഭവിക്കില്ല, കാരണം കോടതി അത് നേരത്തെ പറയും, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലാണെങ്കിൽ കോടതി ക്യാൻ അപ്ലൈ ദ ഡിസ്ക്രിപ്ഷൻ ആൻഡ് സേ ഓക്കെ ഇറ്റ്സ് ഫൈൻ ബിക്കോസ് ദിസ് വാസ് വെരി സീരിയസ്. ഇഫ് ഇറ്റ്സ് നോട്ട് ദെൻ ഇറ്റ്സ് ഗോൺ ടു ബി എ സിവിയർ ഇൻജസ്റ്റിസ് ടു യു, സോ വി വിൽ അലൗ എന്ന് കോടതിക്ക് പറയും. ഇറ്റ്സ് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ കോർട്ട്. ഓക്കെ, നമ്മൾ ലോയിൽ നിന്നൊക്കെ മാറി ബിസിനസ്സിലേക്ക് വരാനുണ്ടായ റീസൺ എന്തായിരുന്നു? സിമ്പിൾ അല്ല, രണ്ടുപേരും തമ്മിൽ അടി ഉണ്ടാക്കുന്നു, വക്കീൽ അതിൻ്റെ ഇടയിൽ പെട്ടുപോലും. അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു നെഗറ്റീവ് എനർജി ആയിട്ട് പലപ്പോഴും തോന്നി. കാരണം എന്ന് വെച്ചാൽ ക്ലയൻറ്റ് വോണ്ട് ടു പുഷ് എനിത്തിങ്. പുള്ളിയുടെ സൈഡ് ശരിയല്ലെങ്കിലും തെറ്റാണെങ്കിലും നമ്മൾ നുണ പറയണമെന്ന് പുള്ളി എക്സ്പെക്ട് ചെയ്യും.
വി കനോട്ട് ഡു ദാറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പം അതുകൊണ്ട് ഞാൻ കൂടുതലും കൊമേഴ്ഷ്യൽ ഡ്രാഫ്റ്റിങ്ങും കൊമേഴ്ഷ്യൽ ലിറ്റിഗേഷൻസ് ആയിരുന്നു കമ്പനീസിൻ്റെ. അങ്ങനെ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനാ, അതിൽ നല്ല സുഖമായിട്ട് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അങ്ങനെയാണ് അതിൽ പോയത്. പക്ഷേ ലോ ബാക്ക്ഗ്രൗണ്ട് ഹാസ് ഹെൽപ്പ് മീ എ ലോട്ട്. ഒരു ബിസിനസ് ഡിസിഷൻ എടുക്കുമ്പോൾ തന്നെ എനിക്ക് ആദ്യം തന്നെ അറിയാം, ഒരു ഐഡിയ ഉണ്ട് വാട്ട് ഈസ് കൊണ്ട് കറക്റ്റ് ആൻഡ് വാട്ട് ഈസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എളുപ്പമാണ്. മറ്റേ നോർമലി ഒരു ബിസിനസ്സുകാരൻ വരുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറയുമ്പോൾ പുള്ളി ആദ്യം ലോയറിനെ ഡിപ്പെൻഡ് ചെയ്യണം. ലോയറിൻ്റെ കപ്പാസിറ്റി എന്താണ്, പുള്ളി പറയുന്നത് ശരിയാണോ, ഇങ്ങനെയുള്ള ഒത്തിരി ഡിലേസ് ഉണ്ട് അല്ലേ. അപ്പോൾ അതിൽ നമുക്കൊരു ക്ലാരിറ്റി. അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ബേസിക് ലോ പഠിച്ചിരിക്കും. നോട്ട് ഇൻ ദ സ്കൂൾ ബിസിനസ് അല്ലേ. അതായത് വാട്ട് ഈസ് ദ ബേസ് ഓഫ് ദ ലോ ഓൾറെഡി പഠിപ്പിക്കുന്നുണ്ട്, സോഴ്സ് ഓഫ് ലോ ഒക്കെ എന്ന് പറയുന്നത് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ കുറച്ചുകൂടെ ബേസ് പഠിപ്പിക്കണം സ്കൂളിൽ. ദെൻ പീപ്പിൾ റിയലൈസ് അവരുടെ റൈറ്റ്സിന് അവർ അവെയറാവും. മറ്റേത് ഒരു പേടിയാണ്, അത് ഡിലേ ഉണ്ടാകും. സോ ദാറ്റ്സ് വാട്ട് ഐ ഫീൽ. അല്ല, ഈ പറഞ്ഞ പേടിയുണ്ടല്ലോ, അത് ബിസിനസ് ചെയ്യുന്ന എല്ലാവർക്കും ഉണ്ട് കേട്ടോ. അത് റിയാലിറ്റിയാണ്. പ്രത്യേകിച്ച് നമുക്ക് അറിയില്ലാത്തതുകൊണ്ട്. ഐ മീൻ വെനെവർ സംതിങ് ഹാപ്പൻസ് ഓർ ബിഫോർ വി ഡു ലൈക്ക് വി ഹാവ് ടു ലേൺ എ ലോട്ട്. പ്രത്യേകിച്ച് ഓണ്ടർപ്രണേഴ്സ്. ഇപ്പം ചേട്ടൻ ഇപ്പോൾ ഓൾറെഡി ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് ഇറ്റ്സ് വെരി ഈസി ഫോർ യു ടു റൺ സംതിങ് ഓർ ടു സ്റ്റാർട്ട് സംതിങ്. പക്ഷെ ഞങ്ങളെപ്പോലുള്ളവർക്ക് ഇപ്പോൾ ഞാൻ ഓർക്കുക ചെയ്യുന്നത്, ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ എക്സാക്ട് കാര്യം, ഒരാളുടെ അടുത്ത് പോയി പിന്നെ ചോദിക്കണം ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യും ബിഫോർ വി സ്റ്റാർട്ട്. ഓക്കെ, ഇതിങ്ങനെ വന്നാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ, പ്രശ്നം ഉണ്ടായാലും എന്ത് ചെയ്യണം, എന്തൊക്കെയാണ് ഇതിന്റെ ഇൻഷുറൻസ് പോളിസി, ഇതെല്ലാം ഞാൻ നോക്കിയിട്ട് യെസ്, നമ്മളെ ഒരു ബേസ്, ഒരു ഓണ്ടർപ്രണേഴ്സിന്റെ ഒരു ബേസ് ആണ് ഈ പറഞ്ഞ പോലെ. ഒരു ഇച്ചിരിയൊക്കെ ലോകം അറിഞ്ഞു, ഇച്ചിരി അല്ല, ഒരു അത്യാവശ്യം ബേസ്. മമ്മൂക്കയുടെ പ്രത്യേകത, മമ്മൂക്ക ഈസ് എ ലോയർ. ശരിയാ. ഓ, അതുകൊണ്ട് തന്നെ ബേസ് ഡെസിഷനിൽ ക്ലാരിറ്റി ഭയങ്കരമാണ്. പിന്നെ ഞാൻ ആലോചിച്ചു ലാലേട്ടൻ എന്തുകൊണ്ടാണ് ഇത്രയും, പുള്ളിക്കുണ്ട്, പുള്ളി കുറച്ചുകൂടെ റിസ്ക് എടുക്കും. അതെ, പക്ഷെ പിന്നെ ഞാൻ ഈയിടെയാണ് എനിക്ക് മനസ്സിലായത് ലാലേട്ടൻ്റെ ഫാദർ വാസ് എ ഗ്രേറ്റ് ലോയർ, ലീഗൽ സെക്രട്ടറിയോ അങ്ങനെ എന്തോ പോസ്റ്റിലൊക്കെ ഇരുന്നാണ്. സോ ഒബ്വിയസ്ലി അത് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഇറ്റ് സീംസ് ടു നൈസ് ടു ഹിയർ. ഓക്കെ, ഫ്രം എ ലോയർ പോയിന്റ് ബിസിനസ്സിലേക്ക് പോയി. പക്ഷേ ആ കണക്ഷൻ ശരിക്കും ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ? ആ ഒരു ലോയർ ഡെഫിനറ്റ്ലി, ഞാൻ പറഞ്ഞില്ലേ, ഒരു ക്ലാരിറ്റി ഓഫ് തോട്ട് നമുക്കുണ്ട്, ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ നമുക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ട്. സോ വി നോ ഓക്കെ വി ഡോണ്ട് ഡു ദാറ്റ് ബിക്കോസ് ഇറ്റ്സ് അൾട്ടിമേറ്റ്ലി ഇറ്റ് വിൽ എൻഡ് അപ്പ് ഇൻ എന്ന് നമുക്കറിയാം. സി ഓൾവേസ് ദർ ഇസ് എ ടെസ്റ്റിംഗ് പോയിന്റ് അല്ലേ. നമ്മൾ എന്ത് ബിസിനസ് ചെയ്താലും അൾട്ടിമേറ്റ്ലി ഇഫ് ഇറ്റ് റീച്ചസ് ദ കോർട്ട്, ഡു യു ആക്ച്വലി ഹാവ് ദ ലീഗൽ റൈറ്റ് ഓർ ആർ യു റോങ് എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ ചിന്തിക്കും. നമ്മൾ അതിനുള്ള ഒപ്പീനിയൻസ് എടുക്കും, കാര്യങ്ങളെടുക്കും. കാരണം എന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇഫ് യു വാണ്ട് ടു ഗ്രോ ബിഗ് ദെൻ അൾട്ടിമേറ്റ്ലി എവറിത്തിങ് ഷുഡ് ബി ഇൻ ലൈൻ. സോ അതുകൊണ്ട് ഇറ്റ്സ് ക്ലാരിറ്റി ഓഫ് തോട്ട് ഭയങ്കരമാണ്, ഡിസിഷൻ മേക്കിങ്ങിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു ക്വസ്റ്റ്യൻ ചേട്ടാ, സക്സസ് ഇപ്പോൾ ചേട്ടൻ ഇപ്പോൾ ഓൾമോസ്റ്റ് കുറേ വർഷങ്ങളായിട്ട് യു കെയിലാണ്. സോ ഇപ്പോൾ ബിസിനസ്സിൽ ഒരുപാട് ആക്ടിവിറ്റീസിൽ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്നു, ഒരുപാട് ബിസിനസ്സുകൾ റൺ ചെയ്യുന്നു. സോ അന്നത്തെ സക്സസിനെയും ഇന്നത്തെ സക്സസിനെയും പറ്റി ചോദിച്ചാൽ സക്സസ് എന്നുള്ള വേർഡിൻ്റെ ഡെഫിനേഷൻ അന്നും ഇന്നും മാറിയിട്ടുണ്ടോ? സക്സസ് ഇറ്റ്സ് എ വെരി സബ്ജക്റ്റീവ് ടോപ്പിക്കാണത് അല്ലേ. കാരണം ഓരോരുത്തർക്കും സക്സസ് ഡിഫൈൻ ചെയ്യുന്ന രണ്ട്. ചില ആൾക്കാർ ഇതിനെ പൈസ വെച്ചളക്കും, ചില ആൾക്കാർ ഇതിനെ ഫെയിം വെച്ചളക്കും. ഇത് രണ്ടും ശരിയാണോ എന്ന് ചോദിച്ചാൽ രണ്ടും തെറ്റുമല്ല, രണ്ടും ശരിയുമല്ല. എല്ലാവർക്കും എൻ്റെ ഒരു ബിലീഫ് എന്ന് പറയുന്നത് വി ഓൾ ആർ ഹിയർ ആൻഡ് വി ആർ ലുക്കിംഗ് ഔട്ട് ഫോർ എക്സ്പീരിയൻസ് ഇൻ ലൈഫ് അല്ലേ. സോ വി നീഡ് ടു എക്സ്പീരിയൻസ്. നമുക്ക് എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. അതിൽ സാധാരണ രണ്ട് പ്രിൻസിപ്പിൾസാണ് ഗൈഡ് ചെയ്യുന്ന എല്ലാവരെയും. ഒന്ന് മൊറാലിറ്റി, അല്ലെങ്കിൽ നമ്മുടെ ഗിൽറ്റ് ഫീലിംഗ് എന്ന് പറയും അല്ലേ. നമ്മുടെ ഏത് whatever it is, whether it's religion or atheism or whatever it is, but you have a morality and a guilt feeling. Absolutely. And number 2 is law of the land. അല്ല, ഇത് രണ്ടും കറക്റ്റ് ആണെങ്കിൽ, ഇത് രണ്ട് കറക്റ്റ് ആയിട്ടുള്ള ഏത് എക്സ്പീരിയൻസും ഇസ് ഗുഡ്. സോ യു സക്സസ് ഇസ് ലൈക്ക് basically as long as it's aligned with your you're not feeling guilty and law of land, I think it is good. There we go. Thank you so much. നമ്മുടെ ബിസിനസ് ലൈഫും പേഴ്സണൽ ലൈഫിലും ഒക്കെ എങ്ങനെയാണ് ഈ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്? ഞാൻ എപ്പോഴും എൻ്റെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് കഴിയുന്നത് ലോൺ എടുക്കാതിരിക്കുക, അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. പിന്നെ നമ്മുടെ എക്സ്പെൻസസ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി വിത്തിൻ യുവർ ലിമിറ്റ്സ്. ഇൻ ദ സെൻസ് പേഴ്സണൽ, നമ്മളിപ്പം ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു പ്രൈവറ്റ് ജെറ്റ് മേടിച്ചു, അല്ലെങ്കിൽ അത് മേടിച്ചു. ഇഫ് ദർ ഇസ് നോ റീസൺ ഫോർ ദാറ്റ്, അല്ലെങ്കിൽ യു
take a loan, then it is a problem. You always constantly ലോൺ അടയ്ക്കണമല്ലോ എന്നുള്ള എപ്പോഴും. അതുകൊണ്ട് ട്രൈ ടു ബിൽഡ് ഇറ്റ് വിത്തൗട്ട് ലയബിലിറ്റീസ്. പിന്നെ ബി ഹാപ്പി വിത്ത് ഓൾവേസ്, ലൈക്ക് നമുക്ക് ബേസിക് ഷെൽട്ടർ ആൻഡ് ഫുഡാണ് വേണ്ടത്. അതിപ്പോൾ നമുക്ക് കിട്ടിയാൽ നമ്മൾ ഹാപ്പി ആയിരിക്കണം എന്നുള്ളൊരു തോട്ടിൽ നിന്ന് ബിൽഡ് ചെയ്താൽ വാട്ട് എവർ കംസ് ഇസ് എക്സ്ട്രാ. ഈവൻ ഇഫ് ഇറ്റ് ഡിസപ്പിയേഴ്സ് യു സ്റ്റിൽ ഹാപ്പി ആസ് എ പേഴ്സണലി. അപ്പോൾ എനിക്കും എൻ്റെ വൈഫും അതെ, പുള്ളിക്കാരത്തിയും അങ്ങനെ ഒരു എന്താ പറയുക, എല്ലാം ഒന്നും ഇല്ലെന്നല്ല, ഞങ്ങളെല്ലാം എൻജോയ് ചെയ്യുന്നുണ്ട്. ലക്ഷറി എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ഇല്ലെങ്കിലും വി ആർ ഹാപ്പി. പക്ഷേ ഇതെല്ലാം ഉണ്ടെങ്കിലും വി ആർ ഹാപ്പി. ഇനി അതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഹാപ്പി അല്ല എന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നം. കാരണം അവർ ഹാപ്പിനെസ് ഇസ് ഡിപ്പെൻഡിങ് ഓൺ ദാറ്റ്. ആസ് ലോങ് ആസ് യുവർ ഹാപ്പിനെസ് ഇസ് നോട്ട് ഡിപ്പെൻഡൻറ്റ് ഓൺ ദാറ്റ്, വാട്ട് ഇസ് ദ പ്രോബ്ലം? നമ്മളെല്ലാവരും ഹ്യൂമൻ ബീങ്സ് ആണ്. വി ജസ്റ്റ് നീഡ് ബേസിക് ഫുഡ് ആൻഡ് ഷെൽട്ടർ, അല്ലേ? അത് കിട്ടും, പിന്നെ ബാക്കി നമുക്ക് വീണ്ടും ബിൽഡ് ചെയ്യാം. സോ ആസ് ലോങ് ആസ് യു ഡോണ്ട് അറ്റാച്ച് യുവർ ഹാപ്പിനെസ് ടു മെറ്റീരിയൽ തിങ്സ്, യു വിൽ ബി ഹാപ്പി. ദ മൂമെന്റ് യു അറ്റാച്ച് യുവർ ഹാപ്പിനെസ് ടു മെറ്റീരിയൽ തിങ്സ്, വൺസ് ദാറ്റ് ഇസ് ഗോൺ, യുവർ നമ്മൾ കംപ്ലീറ്റ്ലി പിന്നെ പോയി. പിന്നെ ഡിപ്രഷനായി, ആങ്സൈറ്റി ആയി, ആകെ പ്രശ്നമായി. ചേട്ടൻ ആ പറഞ്ഞതിനകത്ത് വലിയൊരു വാല്യൂ ഉണ്ട് കേട്ടോ. അത് വേറൊന്നുമല്ല, ഇപ്പം എല്ലാവരും അങ്ങനെ ചിന്തിക്കുന്നവരല്ല. സ്പെഷ്യലി ഇപ്പോഴത്തെ ഈ ജെൻ സി കാലഘട്ടത്തിൽ മോർ ഇൻ ടു മെറ്റീരിയലിസ്റ്റിക് ആണ്, മോർ ഇൻ ടു മണി ഓറിയൻറ്റഡ് ആണ്. മണി ബേസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വാല്യൂസിനൊന്നും വലിയധികം പ്രസക്തിയൊന്നും ഇല്ലാത്തൊരു കാലമാണിത്. സോ ഇൻ സച്ച് എ വേ ഹാപ്പിനെസ്സിനെയും നമ്മുടെ ലൈഫിൻ്റെ പീസ്ഫുൾ മൊമെൻറ്റിനെയും നമ്മൾ കൊടുക്കുന്ന വാല്യൂസിൽ ജഡ്ജ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല. ഐ എം സോ ഗ്ലാഡ് ദാറ്റ് ഓക്കെ ഓഫ് ദ ബേസ് ഓഫ് ലൈഫ്. താങ്ക്സ് ഫോർ ദാറ്റ്. ബട്ട് ഈ ജെൻസിയുടെ കേസ് പറഞ്ഞ പോലെ അവർ ദേ ഓൾസോ നീഡ് ടു എക്സ്പീരിയൻസ്. അതായത് അവരെല്ലാം അവർ ഒരു യങ് എല്ലാവരും യങ് ആയിരുന്ന ഒരു സമയത്ത് we all tried, അല്ലേ? We tried and failed. Exactly. And then we came back and then we gradually, evolved. Evolved. എന്ന് പറഞ്ഞ പോലെ ഇറ്റ് ഈസ് their time for experiencing it. മറ്റേ നമ്മുടെ ഫേസ്ബുക്കിൻ്റെ ഓണർ ഉണ്ടല്ലോ, മാർക്ക് സുക്കർബർഗ്, പുള്ളി പറഞ്ഞു you cannot create anything without destroying something. So that will happen. But don't get depressed or don't get anxious about not achieving. Try everything and then you will evolve. Every human being will evolve. ഇപ്പോൾ ജെൻസി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ കാലത്ത് നമ്മൾ ജെൻസിയായിരുന്നു. When you were young, you were the Gen Z. കാരണം എല്ലാ ജനറേഷനും അതിന് തൊട്ട് മുമ്പത്തെ ജനറേഷനെക്കാളും കുറച്ചുകൂടെ കൺവീനിയൻറ്റും കുറച്ചുകൂടെ റിസോഴ്സസും അവൈലബിൾ ആണ്. ആ റിസോഴ്സസും ആ കൺവീനിയൻസുമാണ് അവരെ ഇന്നത്തെ ജെൻസി എന്ന് പറയുന്നത് അന്നത്തെ ജെൻസി ആക്കുന്നത്. ഇവരുടെ പിള്ളേർ വരുമ്പോഴത്തേക്കും അത് ഇനി ജെൻ സി കഴിഞ്ഞിട്ട് എന്താണോ, ബട്ട് ഇറ്റ്സ് ഓൾ അബൌട്ട് a bit advanced than the previous generation because of availability of more rights and resources and luxury. And that's what I feel, but maybe they have a different opinion. ചേട്ടന് ഈ തിരക്കുകൾക്കൊക്കെ ഇടയിലും ഉറങ്ങാൻ സമയം കിട്ടാറുണ്ടോ? ഡു യു സ്ലീപ്പ് വെൽ? എൻ്റെ കഴിഞ്ഞ ദിവസം എൻ്റെ മറ്റേ ഒരു ട്രാക്കർ ഉണ്ടായിരുന്നല്ലോ, ഞങ്ങൾ ക്ലബ്ബിൽ ഞങ്ങളുടെ ക്രിക്കറ്റ് കളിക്കുന്ന എല്ലാവരും വെച്ച് നോക്കിയപ്പോൾ എനിക്ക് ഞാൻ ഏറ്റവും കൂടുതൽ ഉറങ്ങിയിരിക്കും. അതുകൊണ്ട് ഇറ്റ് ഡസൻ, അത് ഞാൻ പറയാം. കാരണം എന്ന് വെച്ചാൽ ഐ എം നോട്ട് വെറീഡ് അബൌട്ട് ലൂസിങ് എനിത്തിങ്. ബേസിക് ഇതിൽ ഞാൻ ഹാപ്പിയാണ്. സോ വൈ ഷുഡ് ഐ എന്നുള്ള. പിന്നെ വേറൊരു കൺസെപ്റ്റ് കൂടെ ഉണ്ട്, പക്ഷേ ഇതാണ് ബേസിക്കലി. അതുകൊണ്ട് ഐ ഹാവ് നോ പ്രോബ്ലം സ്ലീപ്പിംഗ്. ഇങ്ങനെയുള്ള മനുഷ്യന്മാരെ കാണുന്നത് റയറാണല്ലേ? ഇത് ഒത്തിരി എഫേർട്ട് എടുത്താണ് ഇവിടെ എത്തിയത്. അല്ല, ഇറ്റ്സ് നൈസ് ടു ടോക്ക് ടു ഹിം ഇൻ ദാന പോഡ്കാസ്റ്റ്. ഇറ്റ് ഈസ് നൈസ് ടു നോ ദാറ്റ് പീപ്പിൾ വിത്ത് വാല്യൂസ്. താങ്ക് യു. Patriot International proudly presents the unlimited OSCE training for nurses until you pass. ചേട്ടാ, ഒരു ക്വസ്റ്റ്യനോട് ചോദിക്കാനുണ്ട്. Was there any turning point that expanded for you to think about, I have to come out from the law or to turn into a business point? It's not about coming out of law. See, whether that is a source of income for you or not, whether you want to keep that as a source of your professional and source of income ആയിട്ട് അതിനെ കീപ്പ് ചെയ്യണോ വേണ്ടോ എന്നുള്ളതാണല്ലോ മെയിനായിട്ട് വരുന്നത്. അപ്പം എൻ്റെ ഫാദർ ഈ വാസ് എ ലെക്ചറർ. പുള്ളി ഇംഗ്ലീഷ് ലെക്ചറായിരുന്നു. അപ്പം ഒത്തിരി ഷേക്സ്പീരിയൻ ഇതെല്ലാം വായിച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളി ഒത്തിരി പ്രിൻസിപ്പിൾസും ഒക്കെ പറയുന്നു. ഈസ് നോ മോർ ഫോർച്ചുനേറ്റ്ലി, ബട്ട് ഈ ഒത്തിരി ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് തോട്ടാണ് ഞങ്ങൾക്ക് തന്നിട്ടുള്ളത്. അപ്പം അതിലേറ്റവും എനിക്ക് ഇതായിട്ടുള്ളത് 3 ലെവൽ ഓഫ് കാര്യങ്ങളാണ് നമ്മൾ ലൈഫിൽ വേണ്ടത്. സ്പിരിച്വൽ ഇൻ്റലിജൻസ്, ഇമോഷണൽ ഇൻ്റലിജൻസ് ആൻഡ് IQ. ഇത് 3ആയിട്ട്, അത് വൈ, വാട്ട് ആൻഡ് ഹൗ. വൈ യു വാണ്ട് ടു അച്ചീവ് സംതിങ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. പിന്നെ വാട്ട്, എന്തെന്നുള്ളത്. പിന്നെ ഹൗ, എങ്ങനെ ചെയ്യണം എന്നുള്ളത്. ഈ 3 കാര്യങ്ങളിൽ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ഇതാണ്. അപ്പോൾ ഞാൻ ലോ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്
ഒബിയസ്ലി എൻ്റെ വൈ വാട്ട് ആൻഡ് ഹൗ ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ബേസിക് സെക്യൂരിറ്റി വേണം, ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി വേണം, അതിനൊരു പ്രൊഫഷൻ വേണം. അപ്പോൾ എനിക്കതിൽ ടാലൻ്റ് ഉണ്ടെന്ന് എല്ലാവരും പറയുന്നു. അപ്പോൾ ഞാൻ അതിനെ ഒരു പ്രൊഫഷനായിട്ട് എടുത്തു, ചൂസ് ചെയ്തു. ആൻഡ് ദെൻ ഐ റീച്ച്ഡ് എ പോയിന്റ് വെയർ മണി കനോട്ട് മോട്ടിവേറ്റ് മീ എനിമോർ. അതായത് എനിക്ക് ഇനിയിപ്പോൾ ആ പ്രൊഫഷനിൽ ചെയ്യാം, അല്ലെങ്കിൽ അപ്പോൾ എനിക്ക് എന്താ വെച്ചാൽ കുറച്ചുകൂടെ എനിക്ക് കുറച്ച് ക്രിയേഷൻസും ക്രിയേറ്റിവിറ്റി പോലെ എനിക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങളിലേക്ക് വരാം എന്നുള്ളത്. ഇപ്പോൾ കുറച്ചൊരു എന്താ പറയുക, ഒരു ഫിലാന്ത്രോപ്പിക് അപ്രോച്ച് പോലെ നമുക്ക് തോന്നും ഉള്ളിൽ. അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. അപ്പോൾ ഐ തോട്ട് ഓക്കെ, നൗ ഐ ഹാവ് ദാറ്റ് ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി ആൻഡ് എവറിത്തിങ്. സോ വൈ ഷുഡ് ഐ വേസ്റ്റ് മൈ ടൈം ഓൾ മൈ ലൈഫ് സ്റ്റേയിങ് ഇൻ ബിറ്റ്വീൻ വെയർ പീപ്പിൾ ആർ ഫൈറ്റിംഗ്. സോ ഐ തോട്ട് ഓക്കെ, ലെറ്റ് മീ ഗെറ്റ് ഇൻ ടു സംതിങ്. അങ്ങനെയാണ് ഞാൻ അതിലേക്ക് ബിസിനസ്സിലേക്ക് വന്നത്. സോ ഇറ്റ്സ് നോട്ട് അബൌട്ട്, അതാണ് എനിക്ക് ഒരു മോട്ടിവേഷനായിട്ട് വന്ന് അങ്ങനെ ബേസിക്കലി എന്താ പറയാ, ഒരു ക്യൂരിയസ് ആണല്ലോ. ക്യൂരിയോസിറ്റി എല്ലാവർക്കും ഉണ്ട്. നമ്മൾ ചെറുപ്പത്തിൽ ക്യൂരിയസ് ആയിരുന്നു, വളർന്നു വരുന്നതോറും നമ്മൾ പ്രൊഫഷനിലേക്ക് കയറുന്നു, ക്യൂരിയസ് അല്ലാതാവുന്നു, അവിടെ മാത്രം നമ്മുടെ ക്രിയേറ്റിവിറ്റി എത്തുന്നു. പക്ഷേ കുറച്ച് ഫ്രീഡം വന്ന പോലെ എനിക്ക് തോന്നി. കാരണം അല്ലെങ്കിൽ ഭയങ്കര ടൈം ബൗണ്ടാണ്, കോടതിയുടെ ടൈം, ഡെഡ് ലൈൻസ്. കുറച്ചുകൂടെ ഫ്രീഡം വന്നു ലൈഫിൽ. അങ്ങനെ ബിസിനസ്സിലേക്ക് ഫസ്റ്റ് കാല് വെച്ചു അല്ലേ? When it comes to business ചേട്ടാ, സോ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് അല്ലെങ്കിൽ കൊച്ചിൻ ബ്ലൂ ടൈഗേഴ്സ് ക്രിക്കറ്റിലേക്കുള്ള ഇൻട്രസ്റ്റ് എന്തായിരുന്നു? അപ്പോൾ അത് പറഞ്ഞു തുടങ്ങുന്നതിന് ഇതിന്റെ കാര്യം പറയാം. ഞാൻ ഇതുവരെ ലോഗോ ഉള്ളൊരു ടീഷർട്ട് ഇട്ട് ഒരു ഇന്റർവ്യൂവിൽ ഇരുന്നിട്ടില്ല. നമ്മുടെ ഫസ്റ്റ് പോഡ്കാസ്റ്റിലാണല്ലേ അത്. പക്ഷെ അതിന്റെ കാരണമുണ്ട്. അതിന്റെ കാരണം വെച്ചാൽ ഇതൊരു കൊമേഴ്ഷ്യൽ ഒരു വെഞ്ചർ നമുക്ക് പറയാൻ പറ്റില്ല. കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ഇത് നമ്മുടെ പ്ലെയേഴ്സ് എല്ലാവരും അവരുടെ ജേഴ്സിയിൽ നെഞ്ചോട് ചേർത്ത് ഈ വർഷം കപ്പടിച്ചു. അപ്പോൾ അവരത്ര സ്നേഹത്തോടെ കാണുന്ന ഒരു ലോകമാണ്. സോ ഐ ഹാവ് ടു ക്യാരി ഇറ്റ്. ഒരു സിംബോളിക് ആയിട്ട് എന്താ പറയുന്ന നമ്മളതിനെ ക്യാരി ചെയ്യണം. കാരണം എനിക്കും ഇതിനോട് ഉള്ള സ്നേഹം അവരറിയണ്ടേ. അപ്പോൾ അതാണ്. എന്നാൽ പിന്നെ ഇത് ഒന്ന് ഇട്ട് നോക്കാം. കാരണം കപ്പ് പഠിച്ച് ഇത്രയും കഷ്ടപ്പെട്ട് അവരിവിടം വരെ എല്ലാവരും നമ്മുടെ ടീമിനെ എത്തിച്ചു. അപ്പോൾ എന്നാൽ പിന്നെ അതൊന്ന് എല്ലാവരോടും ഉള്ള സ്നേഹം, സിംബോളിക് റെപ്രസെന്റേഷൻ. അപ്പം ചോദ്യം ക്രിക്കറ്റിനോട് എങ്ങനെ ഇൻട്രസ്റ്റ് വന്നു? ഒബ്വിയസ്ലി ക്രിക്കറ്റ് ചെറുപ്പത്തിൽ കളിക്കുമായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ എൻ്റെ ചേട്ടനും അവരുടെ ആ പ്രായത്തിലുള്ള ആൾക്കാരൊക്കെ ആയിട്ട് കുറച്ചുകൂടെ മുതിർന്നവരൊക്കെ ആയിട്ടാണ് കളിച്ചുകൊണ്ടിരുന്നത്. ഞാൻ തീരെ ചെറുതായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമുക്കറിയാമല്ലോ, നമുക്ക് ബാറ്റ് മേടിക്കാനും ഒന്നും പറ്റത്തില്ല. അവസാനം ചേട്ടൻ്റെ നിർബന്ധം കാരണം അപ്പോൾ ഒരു ബാറ്റ് മേടിച്ചു കൊടുത്തു. അതിൽ ഓയിലൊക്കെ ഒഴിക്കുന്ന, അതുവരെ മറ്റേ തടി കൊണ്ട് കട്ടിയതും മടലും ഇതൊക്കെ ആയിരുന്നല്ലോ. അങ്ങനെ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവർ അന്ന് ഈ കോക്ക് ബോൾ എന്ന് പറഞ്ഞിട്ടൊരു സാധനം, ആ സ്റ്റിച്ച് ബോളിനേക്കാളും കട്ടിയാണ്, മൊത്തം ഇങ്ങനെ ഭയങ്കര ഹാർഡാണ്. അത് വെച്ചാണ് കളിച്ചുകൊണ്ടിരുന്നത്. അന്ന് പാഡും ഇല്ല, ഒന്നുമില്ല. നമ്മളെ തീരെ ചെറുതാണ്. അതായത് 4ാം ക്ലാസ് 5ാം ക്ലാസ് ഒക്കെ ആയിരിക്കും. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ആ ഗ്രൗണ്ടിൽ, ഒരു സ്കൂളിൻ്റെ ഗ്രൗണ്ടാണ്, അവിടെ ഒരു 40 തെങ്ങ് നിൽക്കുന്നുണ്ട്. അതിൻ്റെ നടുക്കാണ് കളി. അപ്പം ഈ ബോൾ കാലിലൊക്കെ കൊണ്ടുവരണം. അപ്പോൾ എനിക്ക് അന്ന് തൊട്ട് പേടിയാണ്. സ്റ്റിച്ച് ബോൾ കളിക്കാൻ, ഹാർഡ് ബോൾ കളിക്കാൻ പേടിയാണ്. ടെന്നീസ് ബോളൊക്കെ കളിച്ചു. അതുകൊണ്ട് സ്കൂളിൽ വന്നപ്പോഴും ഒന്നും ഈ സ്റ്റിച്ച് ബോളൊന്നും കളിക്കില്ല. യു കെയിൽ വന്ന് പിന്നെ ഈ ബിസിനസ്സും കാര്യങ്ങളും ഇതെല്ലാമായിട്ട് തിരക്കായി. യു കെയിൽ വന്ന് കോവിഡിൻ്റെ സമയത്ത് അതൊരു ഭയങ്കര ഫോമലായിട്ടൊക്കെ ഡ്രസ്സ് ചെയ്ത്, ഒബ്വിയസ്ലി നമ്മളൊരു പ്രൊഫഷനിലും ഇതിലൊക്കെ നിൽക്കുമ്പോൾ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. കോവിഡിൻ്റെ സമയമായപ്പം ദ വേൾഡ് ചേഞ്ച്ഡ് അല്ലേ. അപ്പോൾ ആ സമയത്ത് എനിക്ക് കുറച്ച് ടൈം കിട്ടി. ട്രാവലിംഗ് ഒക്കെ ആയിരുന്നു. അപ്പം എല്ലാ സാറ്റർഡേയ്സും ഞങ്ങളുടെ അവിടെ ക്രിക്കറ്റ് കളിക്കും. ഇപ്പോൾ ഒരു ഫ്രണ്ട്ലി മാച്ചിന് പോയി. അപ്പോൾ സ്റ്റിച്ച് ബോൾ കളിക്കാൻ പേടിയായിരുന്നു. പക്ഷെ കളിച്ചു തുടങ്ങി. പാഡും എല്ലാം മേടിച്ച് കളിച്ചു തുടങ്ങിയപ്പോൾ 2-3 പ്രാവശ്യം ബാറ്റിൽ കൊണ്ട് 4ഒക്കെ പോയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ ഇൻട്രസ്റ്റ് ആയി. പിന്നെ കളിച്ച് ഒരു സെഞ്ചുറി കിട്ടി. ഒരു പല പ്രാവശ്യമായിട്ട് 5 വിക്കറ്റ് കിട്ടി. അങ്ങനെ ആ കളിയോട് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് വന്നു. അപ്പം നമ്മുടെ അവിടുത്തെ ലോക്കൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു ക്ലബ്ബിൽ നമ്മൾ കളിക്കുകയാണ്. അങ്ങനെ ഇൻട്രസ്റ്റ് ഇരിക്കുന്ന സമയത്താണ് ഈ ബേസിൽ തമ്പി ഇവിടെ റിലയൻസിൻ്റെ, മുംബൈ ഇന്ത്യൻസിൻ്റെ ഇവിടെ കൗണ്ടി കളിക്കാൻ വന്ന് ഇതിൽ വന്നു. അന്ന് ഞങ്ങളുടെ ക്ലബ്ബിൽ വന്നു. അതിനുശേഷം ഞങ്ങൾ എനിക്ക് പോകാൻ പറ്റിയില്ല. ബേസിൽ തമ്പി വന്ന ദിവസം എനിക്ക് പോകാൻ പറ്റിയില്ല. വേറൊരു ദിവസം ഞങ്ങൾ മീറ്റ് ചെയ്തു. അപ്പം പുള്ളി ഭയങ്കര ഞങ്ങൾ ക്ലോസായി. അങ്ങനെ ക്രിക്കറ്റ് അങ്ങോട്ട് വളരാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾക്കൊരു കമ്പനി ഉണ്ട്. നമ്മൾ സോഫ്റ്റ്വെയറും അങ്ങനെയുള്ള ഡേറ്റ സർവീസസ്
നിയർലി 600+ ബാങ്ക്സിന് വേൾഡ് വൈഡ് ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്തൊരു കമ്പനിയാണ്. അപ്പോൾ ആ കമ്പനിക്ക് ഇന്ത്യയിലൊരു ഓഫീസുണ്ട്. അത് ഞാനാണത് നടത്തുന്നത്. എന്നുവെച്ചാൽ നമ്മുടെ കമ്പനി ഞാൻ ഓൺ ചെയ്യുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ബ്രാൻഡ് അംബാസിഡർ വേണം. അപ്പോൾ ഞങ്ങൾ ആദ്യം സൂര്യകുമാർ യാദവിനെ ആലോചിച്ചു. അങ്ങനെ ആലോചിച്ചപ്പോൾ പിന്നെ ഇംഗ്ലീഷുകാരും അവിടെ വന്നു. അവർ വന്നു കഴിഞ്ഞപ്പോൾ അവർ ജസ്റ്റ് എയർപോർട്ടിലും അവിടെ ഇവിടെയൊക്കെ നിന്നപ്പോൾ ആൾക്കാരോട് ചോദിച്ചു വന്നു പറഞ്ഞ MS ധോണി. അങ്ങനെ ഞങ്ങൾ MS ധോണിനെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് എടുക്കും. ഓക്കെ. ബ്രാൻഡ് അംബാസിഡർ ആയതിനു ശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് വേറൊരു ഐഡിയ തോന്നി, എന്തുകൊണ്ട് ധോണി ആപ്പ് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞങ്ങൾ ഈ ഒരു കൺസെപ്റ്റ് പുള്ളിയുടെ അടുത്ത് അവതരിപ്പിച്ചു. ആൻഡ് ഹി ഗോട്ട് എക്സൈറ്റഡ്. അങ്ങനെയാണ് പുള്ളി ഒരു റവന്യൂ ഷെയർ ബേസിൽ ധോണി ആപ്പ് എന്നുള്ളൊരു കൺസെപ്റ്റ്. അപ്പോൾ ധോണിയുടെ സോഷ്യൽ ആയിട്ടുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കണ്ടന്റ്സ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ധോണി ആപ്പ്, പ്ലസ് ക്യാഷ് ബാക്ക് റിവാർഡ്സ് ഒക്കെ കിട്ടും. അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെയാണ് ധോണി ആപ്പിലേക്ക്. അങ്ങനെയാണ് ധോണി. അപ്പോൾ ഈ ക്രിക്കറ്റിൽ വന്നൊരു ഇൻട്രസ്റ്റ് ആണ് അതിലേക്ക്. അന്ന് പിന്നെ നമുക്ക് ഇങ്ങനെ ചെയ്യാന്നുള്ള രീതിയിൽ വന്നു. പിന്നെ ഒബ്വിയസ്ലി ബേസിൽ തമ്പി ഇൻഫ്ലുവൻസ് ചെയ്തു. ആൻഡ് ബേസിൽ തമ്പി ഇൻട്രൊഡ്യൂസ് മീ ടു സഞ്ജു സാംസൺ. അപ്പം ഒബ്വിയസ്ലി നമുക്ക് കേരളത്തിൽ നിന്നായതുകൊണ്ട് സഞ്ജുവിനോട് ഒരു താല്പര്യമുണ്ട്. അങ്ങനെ സഞ്ജുവിനെയും കൂടെ നമ്മുടെ ബാറ്റ് സ്പോൺസർ, IPL ബാറ്റ് സ്പോൺസർ എന്നുള്ള രീതിയിൽ ഞാൻ കമ്പനിയിൽ വന്നു. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഇരിക്കുമ്പോഴാണ് ഈ ഞങ്ങളിവിടെ തേർഡ് സീസണിൽ ബേസിൽ തമ്പി ഇവിടെ കയറി വന്ന സമയത്ത് ആണ് KCL നിന്ന് പുള്ളിക്ക് ഒരു കോൾ വരുന്നത്. അപ്പം അങ്ങനെ ആക്സിഡൻ്റലായിട്ട് അന്നേരം അവിടെ ഒരു ബിഡിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. ഇത് ഈ കേരള ക്രിക്കറ്റ് ലീഗ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരു ടീമൊക്കെ പ്രിയദർശൻ ബിഡ് ചെയ്യുന്നുണ്ട്. കീർത്തി സുരേഷും പ്രിയദർശനും ജോസ് പട്ടാര എല്ലാവരും കൂടെ വരും. അപ്പോൾ എന്നോട് എനിക്ക് താല്പര്യമൊന്നുമില്ലായിരുന്നു, പക്ഷേ ഓക്കെ ഒന്ന് ട്രൈ ചെയ്യാം ബേസിൽ തമ്പി പറഞ്ഞു. പിന്നെ അവർ പറഞ്ഞു വേറെ ആരെങ്കിലും ഒക്കെ എടുത്തോളും എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് ഞാൻ ഇതിൽ ബിഡിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. അപ്പോൾ ഒരു ടീം കിട്ടി. പിന്നെ അതിൻ്റെ അകത്ത് സെക്കൻഡ് ഇയർ ആയപ്പോഴത്തേക്ക് ഓപ്ഷനിൽ വന്നു സഞ്ജു സാംസൺ നമ്മുടെ ടീമിൽ വന്നു. അങ്ങനെ ഇതായി. പക്ഷെ സഞ്ജു വന്നൊരു ഡിസിഷൻ പറഞ്ഞാൽ ഞാനും ബേസിലും കൂടെ തന്നെ ആലോചിച്ചെടുത്തതാണ്. കാരണം ബേസിലായിരുന്നു നമ്മുടെ ഇതിൽ. പക്ഷേ നമ്മുടെ ഓപ്ഷൻ പേഴ്സ് സഞ്ജു വരുമ്പോഴത്തേക്കും ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. നമുക്കത് ഫസ്റ്റ് തന്നെ ബേസിൽ തമ്പിയുടെ ഓപ്ഷനിലുണ്ട്, നമുക്ക് വിളിക്കാൻ പറ്റിയില്ല. ബട്ട് വി വെ പ്ലാൻ. അപ്പോൾ ഞാൻ സഞ്ജുവിനെ എടുത്തു സെക്കൻഡ് ഇയറിൽ. ഇപ്പം ബേസിൽ തമ്പി ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങൾ ഇന്നലെ ഒരുമിച്ച് ക്രിക്കറ്റ് കളിച്ചോളൂ. അപ്പം ഈ സൺഡേ ഒരു ഇവൻ്റ് ഉണ്ട്, സോ ഈസ് കമ്മിങ് ഫോർ ദാറ്റ്. അങ്ങനെയാണ് ക്രിക്കറ്റിലേക്ക് വന്നു. പിന്നെ അത് അങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്ത് പോവുകയായിരുന്നു. ഞാൻ ഒരു സജഷൻ അല്ല, ഒരു കാര്യോട് ചോദിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ക്രിക്കറ്റിനോടുള്ള ആ ഒരു പാഷൻ ശരിക്കും പറഞ്ഞാൽ കുറച്ച് ലേറ്റ് ആയിട്ടാണ് തുടങ്ങിയെന്ന് പറഞ്ഞാൽ സമ്മതിക്കുമോ? പാഷനേറ്റ് രണ്ടാണ്. നമ്മൾ ചെറുപ്പത്തിൽ നമ്മളിപ്പോൾ സൈക്കിൾ ചവിട്ടാൻ പഠിച്ചപ്പോഴാണ്. ഇപ്പൊ സൈക്കിൾ കിട്ടി നമ്മൾ ചവിട്ടും അല്ലെ എന്ന് പറഞ്ഞാല് നമുക്ക് ചെറുപ്പത്തിലുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ആ ഒരു താല്പര്യമോ ഇൻട്രസ്റ്റ് നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞ സ്വിച്ചിങ് പോയിന്റ് നേരത്തെ ചോദിച്ചില്ലേ. അപ്പോൾ ബിസിനസ്സിൽ നിന്ന് മാറി നമുക്ക് ഒരു ക്രിയേറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഓപ്പൺ അപ്പ് ആവുകയാണ്. സോ വി ആർ ഓപ്പണിംഗ് അപ്പ് ടു ദ യൂണിവേഴ്സ് ആൻഡ് വി ആർ ഗോയിങ് ബൈ ദ ഫ്ലോ. അങ്ങനെയാണ് ഇതെല്ലാം സംഭവിച്ചത്. അല്ലാണ്ട് ഇതൊരു കൊമേഴ്ഷ്യൽ ഡിസിഷൻ എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ശരിക്കും ഒരു കൊമേഴ്ഷ്യൽ ഡിസിഷൻ എന്ന് പറയാൻ പറ്റില്ല കൊച്ചി ബ്ലൂ ടൈഗേഴ്സ്. കാരണം ഇപ്പോൾ ഓൾറെഡി നിയർലി 15 crores എടുത്ത് ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു. ഈ 15 crores എവിടെ പോകുന്നത്? ഈ പ്ലെയേഴ്സിനും ഇതൊക്കെ ആയിട്ട് കേരളത്തിലെ പിള്ളേരുടെ ടാലൻറ്റ് അല്ലെ അവർക്കൊരു പ്ലാറ്റ്ഫോമാണ് ഇതെന്ന് പറയുന്നത്. നെക്സ്റ്റ് IPL-ലേക്കോ ഇന്ത്യൻ ടീമിലേക്കോ ഒക്കെ പോകണം. അപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ അല്ല. പക്ഷെ ഒബ്വിയസ്ലി ഇതിൻ്റെ ലോങ് ടേം എന്താ പറയുന്നത് ഷെയർ അപ്രിസിയേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. നമുക്ക് നഷ്ടം വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ ഇപ്പോൾ ഒരു കൊമേഴ്ഷ്യലി നമുക്കിതൊരു പ്രോഫിറ്റബിൾ അല്ല. പക്ഷെ അതൊരു പാഷനായിട്ട് ലിങ്ക് ചെയ്ത് കിടക്കുന്നതുകൊണ്ടാണ് അതൊരു ബേർഡൻ ആയിട്ട് നമുക്ക് തോന്നാത്തത്. നമുക്കിതിങ്ങനെ നെഞ്ചോട് ചേർത്ത് വെക്കാൻ തോന്നുന്നത്. ചേട്ടാ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ. ആസ് ആൻ ഓണർ ഓഫ് കൊച്ചിൻ ബ്ലൂ ടൈഗേഴ്സ് ഇതിന്റെ ഒരു ഫ്യൂച്ചർ വിഷൻ എന്താന്ന് ചോദിച്ചാൽ എന്താ പറയുക? നമ്മൾ ഒരു കാര്യത്തിന്റെ ഒരു ഫ്യൂച്ചർ വിഷൻ നമ്മൾ നോർമലി ചോദിക്കുന്ന എവിടെയെന്ന് വെച്ചാൽ നമുക്കൊരു എന്താ പറയുക നമ്മളൊരു ലക്ഷ്യത്തിലേക്ക് പോകുമ്പോഴാണ്. പക്ഷേ ഐ എം ക്വൈറ്റ് ഓപ്പൺ ടു ദാറ്റ്. എനിക്കൊരു ആഗ്രഹമുണ്ട്. ആഗ്രഹം എന്ന് പറയുന്നത് IPL ടീമിൽ ഷെയർ എടുക്കണം എന്നുള്ള രീതിയിൽ. അതിപ്പോൾ ഓൾറെഡി പ്രോസസ്സിംഗ് ആണ്. ഇപ്പോൾ CSKയിലും ഒക്കെ ഞാൻ നിങ്ങൾ സംസാരിക്കുന്നുണ്ട്. സോ വി ആർ തിങ്കിങ് അബൌട്ട് ഇറ്റ് ആൻഡ് വി വിൽ ഇൻവെസ്റ്റ് ഇൻ ടു an IPL ടീം. ഈ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഇതൊരു പാഷനിൽ പോകുന്നതാണ്. അത് കളിയുടെ ഹരം എന്ന് പറയുന്നത് വേറെയാണ്. ഞങ്ങളിവിടുന്ന് ഞങ്ങളുടെ ഇവിടുത്തെ ടീം ഞാൻ ക്യാപ്റ്റനായിരുന്ന ഒരു അമച്വർ ക്രിക്കറ്റ് ടീം. അമച്വർ വേൾഡ് കപ്പ് എന്ന് പറഞ്ഞിട്ട് LMS ABD വില്ലേഴ്സ് നടത്തുന്നതാണ്. കഴിഞ്ഞ വർഷം അതിൻ്റെ വേൾഡ് ചാമ്പ്യൻസ്, അതായത് വേൾഡ് പ്ലേറ്റ് ചാമ്പ്യൻസ് ഞങ്ങളായിരുന്നു.
ഈ ജസ്റ്റ് കഴിഞ്ഞ സീസണിൽ. അതേ സമയത്ത് തന്നെയാണ് നമ്മുടെ KCL നടക്കുന്നത്. അപ്പോൾ KCL നടക്കുമ്പം സഞ്ജു സാംസന്റെ ബ്രദറാണ് സലിയാണ് ഞങ്ങളുടെ ക്യാപ്റ്റൻ. അപ്പോൾ എനിക്ക് സലിയായിട്ടൊരു ഒരു പ്രത്യേക കണക്ഷൻ ഞങ്ങൾക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ക്രിക്കറ്റിൽ എന്ന് വെച്ചപ്പോൾ സലിയായിട്ട് ഞങ്ങൾ തുടങ്ങുന്നതിൻ്റെ മുമ്പ് തന്നെ സംസാരിച്ചു എങ്ങനെ ചെയ്യണം. അപ്പോൾ ഞങ്ങളതിന് ബ്ലൂ മാജിക് എന്നാണ് പേരിട്ടിരിക്കുന്നത്. അതായത് ഒരു ഗെയിമിൽ എല്ലാ പ്ലെയേഴ്സും ഞാൻ കാരണം എൻ്റെ ഒരു എക്സ് ഫാക്ടർ കാരണം ഈ കളി ജയിക്കണമെന്ന് ചിന്തിക്കുന്നു. ആൻഡ് ഡോണ്ട് ഗിവ് അപ്പ് അണ്ടിൽ ദ ഗെയിം ഈസ് ലോസ്റ്റ്. അപ്പം തോൽവിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ട കാര്യം. കാരണം എല്ലാവരും പറയും നിങ്ങൾ എന്താണ് തോൽവിയും ജയവും കളിയുടെ ഭാഗമാണെന്നുള്ളത്. അതാണ്, ഇനിയിപ്പോൾ അത് പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാമല്ലോ. സോ ഇഫ് സംബഡി ഫെയിൽസ് ദേ വിൽ മാനേജ് ഇറ്റ്. ആ സമയത്ത് നമ്മൾ ജയിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുക, നമ്മളെങ്ങനെ കളി ജയിപ്പിക്കുക. എൻ്റെ എക്സ് ഫാക്ടർ അങ്ങനെ ഡോണ്ട് ഗിവ് അപ്പ്, ഫിയർ ഫാക്ടർ ഒഴിവാക്കിയിട്ട് അങ്ങനെ ഒരു എക്സ് ഫാക്ടർ, അങ്ങനെ ഒരു ഐഡിയ കൊണ്ടുവന്നിട്ട് അതിലേക്ക് ഞാനും സലി അതിൽ ഭയങ്കര കണക്ട് ചെയ്തു. ഭയങ്കര ഒരു പ്രത്യേക, അതായത് അങ്ങനെ ഒത്തിരി സംസാരിക്കില്ല, ഓൺലി ടോക്ക് ടു ദ പോയിന്റ്. ഐ ഹേർഡ് അബൌട്ട് ഇറ്റ് ആക്ച്വലി. സഞ്ജു സംസാരിക്കാറുണ്ടോ? അങ്ങനെ അധികം സംസാരിക്കാൻ പറ്റത്തില്ല, പക്ഷെ എന്നാലും സലിയേക്കാളും കുറച്ചുകൂടെ സംസാരിക്കും. പക്ഷെ സലി അത് കറക്റ്റായിട്ട് കൊണ്ടുപോയി. അപ്പോൾ പല കളികളും, അപ്പം കളിയോട് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് പറഞ്ഞാൽ അത് മനസ്സിലാവും. അപ്പം ഈ സഞ്ജു തന്നെ ഇപ്പം അവസാനം വന്നിട്ട് ഇന്ത്യയിൽ ഒറ്റയ്ക്ക് നിന്നല്ലേ കളി ജയിപ്പിച്ച് എന്ന് പറഞ്ഞു. ഞാനൊന്നും ക്രിക്കറ്റ് കാണാത്ത ആളായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഫുൾ ക്രിക്കറ്റ് എടുത്ത് കാണുന്നത്. അതും ഞാൻ ഓർക്കുന്നത് സഞ്ജു ഉള്ളതുകൊണ്ട് മാത്രം. അതെ, അങ്ങനെ ഞങ്ങളുടെ KCL സലി മാത്രമായിട്ട് സലിയുടെ ഇത് കോൺട്രിബ്യൂഷൻ ജയിച്ചു. ആഷിക്ക് 3 കളിയിൽ മാൻ ഓഫ് ദ മാച്ച് ആയി. അങ്ങനെ ലാസ്റ്റ് ബോളിൽ 6 അടിച്ച് കളി ജയിപ്പിച്ചു. അങ്ങനെ എന്താ പറയാ, ഇപ്പൊ റൈഫിനെ അറിയാം. റൈഫിയും ഞാനും സഞ്ജുവും സലി എല്ലാം കൂടെയാണ് ഈ പ്ലാൻസ് ഒക്കെ ഉണ്ടാക്കിയത്. സഞ്ജു അത്ര ഫുള്ളി ഇൻവോൾവ് അല്ലെങ്കിൽ സഞ്ജു ഇടയ്ക്ക് വരും. സഞ്ജുവിന് പക്ഷേ വേറൊരു ലെവൽ ഐഡിയാസാണ്. അത് ഞങ്ങളിങ്ങനെ സംസാരിച്ച് ഇങ്ങനെ ഒരു ഇതുണ്ട്. അതിൽ നിന്ന് ഒത്തിരി പ്ലെയേഴ്സ് അതുപോലെ കാരണം ഞങ്ങളുടെ ടീം കഴിഞ്ഞ വർഷം എടുത്തപ്പോൾ 26.8 lakhs, അപ്പോൾ 28.6 ആണോ ഇത്രയും പൈസ, 50 lakhs ബഡ്ജറ്റുള്ളൂ. സഞ്ജു ഒരാൾക്ക് കൊടുത്തിട്ട് ബാക്കി ഉള്ള പൈസക്കാണ് 11 പ്ലേയേഴ്സിന് എടുത്തത്. അതായത് ഇപ്പോൾ A കാറ്റഗറിയിലൊക്കെ ബാക്കി എല്ലാവരും വിളിച്ചു കഴിഞ്ഞിട്ട് ആർക്കും വേണ്ടാത്ത പ്ലേയേഴ്സിന് മാത്രമേ എനിക്ക് കിട്ടിയത്. ബിയിലും എല്ലാം, കാരണം എനിക്ക് പേഴ്സില്ല. പക്ഷെ ആ പ്ലെയേഴ്സിനെ വെച്ച് നമ്മുടെ കോച്ചും ഇവരും എല്ലാവരും കൂടെ കളി ജയിപ്പിച്ചു. കാരണം എല്ലാവരും പറഞ്ഞ് കളി തോക്കും. പലരും പറഞ്ഞ മറ്റേ ഈർക്കിലിയിൽ മച്ചിങ്ങ കുത്തി വെച്ചിരിക്കുന്ന, അതായത് ഒരു സൂക്ഷിച്ച ടീം, അതിൻ്റെ മുകളിൽ സഞ്ജു ഉണ്ട്. സഞ്ജു പോയി കഴിഞ്ഞാൽ ടീമിൽ സഞ്ജു ഇല്ലാതെ തന്നെ ഞങ്ങൾ ഒത്തിരി കളി ജയിച്ചു. പക്ഷെ സഞ്ജു ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും ഭയങ്കര വേറൊരു ഫാക്ടറാണ്. സഞ്ജുവിനോട് കളിക്കുന്നു, അല്ലെ സഞ്ജു ഉള്ള ടീമിൻ്റെ ഭാഗമാവെന്ന് പറയുന്നത് തന്നെ അവർക്കൊരു ഇൻസ്പിറേഷനാണ്. അങ്ങനെ അവർ എല്ലാവർക്കും ആ ഒരു മോട്ടിവേഷനും ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു. സോ അത് നല്ല ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. വി ഓൾ റിയലി എൻജോയ്ഡ് ഇറ്റ് ബിയോണ്ട് എവറിത്തിങ്. ആ ഒരു ഇത് ഞങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. സോ ഇതൊരു ഇതിന് ഇത്രയേ ഉള്ളൂ ഗ്രോത്ത്. അതായത് ഇതൊരു പ്ലാറ്റ്ഫോം ഫോർ കേരളത്തിലുള്ള പിള്ളേർക്ക് ക്രിക്കറ്റ് കളിച്ച് IPL-ലോട്ടും ഇന്ത്യയിലോട്ടും ഒക്കെ എക്സ്പോഷറിനുള്ള ഒരു പ്ലാറ്റ്ഫോം. ഞങ്ങൾ IPL-ലേക്കൊക്കെ പോകണം എന്നാണ് ആഗ്രഹം. ബട്ട് ഇറ്റ് ഹാസ് ടു ഹാപ്പൻ. ഇത് കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിരുന്നു. ഞങ്ങൾ സഞ്ജുവായിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്ത സമയത്ത് ഞങ്ങൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എല്ലാവരും ഡിസ്കസ് ചെയ്ത്. അപ്പം ഈ ലോ ഓഫ് അട്രാക്ഷൻ നമ്മൾ മെയിൻലി പറയുന്നത് ക്രിയേറ്റിവിറ്റിയാണ്. നമ്മളൊരു കാര്യത്തെ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ആ ചോദ്യം കണക്ട് ചെയ്യുന്നത്. അതായത് അതൊരു ഡിഫറെൻറ്റ് ചോദ്യമാണ്. അതായത് നമ്മളൊരു ക്രിയേറ്റീവ് ഫോഴ്സായിട്ട് നിൽക്കുമ്പോഴാണ് നമുക്കൊരു ഗോളുണ്ട്, നമുക്കത് അച്ചീവ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ പോസിറ്റീവായിട്ട് ചെയ്യുന്നു. പോസിറ്റീവായിട്ട് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ 2 കാര്യങ്ങൾ, 1 ഗിൽറ്റ് ഫീലിംഗ് ഉണ്ടാകും, 2 ലോ ഓഫ് ദ ലാൻഡ് ഫോളോ. ഇതിലേക്കാണ് നമ്മളൊരു ഗോൾ അച്ചീവ് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് അടുത്ത ലക്ഷ്യം എന്ന് ചോദിക്കുന്നത്. അതിന് ബിയോണ്ട് ഒരു സാധനം, ലോ ഓഫ് അട്രാക്ഷൻ ഇതിനൊക്കെ ബിയോണ്ട് ഒരു സാധനമാണ്. യെസ്, വി വോണ്ട് ദാറ്റ്, വി വോണ്ട് ടു അച്ചീവ് സംതിങ്. അപ്പോൾ സഞ്ജു, ഞങ്ങൾ ഇത് എല്ലാവർക്കും ചോദിക്കാൻ പറ്റുന്ന ചോദ്യമല്ല. ഞാൻ കഴിഞ്ഞൊരു ഇൻ്റർവ്യൂവിലും പറഞ്ഞിരുന്നു. അതായത് സഞ്ജു അന്നേരം ഞങ്ങളുടെ അടുത്ത് ചോദിച്ചൊരു ചോദ്യമുണ്ട്. സാധാരണ എൻ്റെ അടുത്ത് ആരും അത് ചോദിച്ചിട്ടില്ല. സഞ്ജു ചോദിച്ചൊരു ചോദ്യം, ഓക്കെ, നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ നമ്മളിത് പറയുമ്പോൾ ഇഫ് യൂണിവേഴ്സ് വാണ്ട് ടു ഗിവ് യു സംതിങ് ബെറ്റർ, ആർ യു നോട്ട് റിജക്റ്റിംഗ് ഇറ്റ്? നമ്മളൊരു ഗോൾ വെക്കുന്നു, എനിക്കിത് വേണം എന്ന് പറഞ്ഞ് നമ്മുടെ ഗോൾ ചെറുതാണെങ്കിൽ, ബട്ട് ദ യൂണിവേഴ്സ് വാണ്ട് ടു ഗിവ് യു സംതിങ് ബെറ്റർ, ആർ യു നോട്ട് ലിമിറ്റിംഗ് യുവർ സെൽഫ്? ആ ചോദ്യം വരണമെങ്കിൽ ദാറ്റ് ഈസ് വാട്ട് സഞ്ജു ഇസ്. അപ്പോൾ എൻ്റെ അടുത്ത് വേറെ ആരും ഈ ചോദ്യം ചോദിച്ചിട്ടില്ല. കാരണം ഞാൻ ഈ ഒരു ഏരിയയിലാണ് വർക്ക് ചെയ്തത്. അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് എനിക്കും കണക്റ്റായി. ആൻഡ് സോ ദാറ്റ് ഈസ് വാട്ട് ഐ ബിലീവ്. അതായത് യെസ്, യു നീഡ് ടു ഹാവ് എ ഗോൾ, ബട്ട് ഇഫ് യു റിയലി ബിലീവ് ഇൻ ദിസ് ഈ പറയുന്ന യൂണിവേഴ്സൽ
സപ്പോർട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ബിലീവ് ചെയ്യുന്നുണ്ടെങ്കിൽ യു ഷുഡ് ഓൾസോ ബി എ ബിറ്റ് ഓപ്പൺ. സോ വി ഗിവ് സ്പേസ് ഫോർ ദ യൂണിവേഴ്സ് ടു ഗിവ് യു സംതിങ് ബെറ്റർ. അപ്പോൾ അങ്ങനെ ഒരു ഓപ്പൺനെസ്സിലാണ് ഇപ്പോൾ അങ്ങനെയാണ് എനിക്ക് ധോണി ആപ്പ് സംഭവിച്ചത്. ഇപ്പോൾ നമ്മുടെ പേട്രിയോട്ട് മൂവി എന്ന് പറയുന്നത് അങ്ങനെ സംഭവിച്ചൊരു കാര്യം. അതിൻ്റെ ഇതിലേക്ക് വരുമ്പോൾ ഞാൻ പറയാം. സോ യു ഷുഡ് ബി എ ബിറ്റ് ഓപ്പൺ. യു ഷുഡ് ഹാവ് ഓൾ ദാറ്റ് ഗോൾസ് ആൻഡ് എവറിഥിങ്, ബട്ട് യു ഷുഡ് ഗിവ് എ ലിറ്റിൽ ബിറ്റ് സ്പേസ് സോ ദാറ്റ് മറ്റേ ഈ പറഞ്ഞല്ലേ ഓപ്പൺ ദ വിൻഡോ ലെറ്റ് ദ എയർഫോഴ്സ് കം ഇൻ. അല്ല ശരിയാണ് കേട്ടോ. ഇന്നേ വേ നോക്കിക്കഴിഞ്ഞാൽ സഞ്ജു ജനറലി അങ്ങനെ ഒരാളാണോ? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതിലൂടെ ഒരു വലിയ റിയാലിറ്റിയാ അല്ലേ? ഐ മീൻ ഇറ്റ്സ് ജസ്റ്റ് നോട്ട് സംതിങ് ദാറ്റ് വി വോണ്ട് സംതിങ്. യെസ്, ദാറ്റ്സ് ട്രൂ. വി ആർ വർക്കിംഗ് ഓൺ ഇറ്റ്. ദാറ്റ്സ് ഓൾസോ ട്രൂ. വി ആർ ഗെറ്റിംഗ് ഇറ്റ്. പക്ഷേ വാട്ട് ഈസ് ഇഫ് വി ആർ ഗെറ്റിംഗ് സംതിങ് ബെറ്റർ? ഇഫ് ദ യൂണിവേഴ്സ് വാണ്ട് വാണ്ടിങ്. ആ ഒരു ചോദ്യം ചോദിക്കണമെങ്കിൽ ഫസ്റ്റ് ആ ലെവലിൽ എത്തണം. യെസ്, absolutely. So അതിലെത്തണമെങ്കിൽ ഫസ്റ്റ് മെറ്റീരിയൽ തിങ്സ് ഷുഡ് നോട്ട് ബി യുവർ ഫുൾ മോട്ടിവേഷൻ. 100% മെറ്റീരിയലി മോട്ടിവേറ്റഡ് ആവുക അതൊന്നും വേണ്ടെന്നല്ല. മണിയും ഫെയിമും ഇതൊന്നും വേണ്ടെന്നല്ല. ഷുഡ് ഓൾ ബി പാർട്ട് ഓഫ് ഇറ്റ്. Exactly. But you should not close the door so that you deny yourself from a better opportunity. Absolutely. വരുന്നത് വരട്ടെ. We should be able to allow. Yeah. ചേട്ടാ, കടുവകളൊക്കെ കിടുവാണോ? സംശയമുണ്ടോ? കിടുവന്നവരെ കാണിച്ചല്ലോ, കഴിഞ്ഞ കപ്പടിച്ചു. കൊച്ചിൻ ഞങ്ങൾ ഈ ബ്ലൂ മാജിക്കിലാണ് വിശ്വസിക്കുന്നത്. അപ്പം ഈ കടുവ എന്ന് പറയുന്നത് ഇസ് എ ലോൺ ഹണ്ട് അല്ലേ, ലോൺ ഒറ്റയ്ക്ക് ഹണ്ട് ചെയ്യുന്നൊരു ആനിമൽ. അപ്പം നമ്മൾ ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ ടുഡേസ് യു ആർ ദ ബ്ലൂ ടൈഗർ, അല്ലെങ്കിൽ എവറിബഡി ഷുഡ് തിങ്ക് ഐ എം ഗോണു മേക്ക്. അത് ഞങ്ങൾ ബ്ലൂ മാജിക് എന്നാണ്. അപ്പോൾ ഞങ്ങൾ ട്രേഡ് മാർക്കും അപ്ലൈ ചെയ്യുന്നത് ബ്ലൂ. അല്ല, അത് ഞാൻ പറയുമ്പോൾ ഓർത്തെ മൊത്തത്തിൽ ബ്ലൂ ആണല്ലേ? ഈ കാര്യമല്ല, ഞങ്ങളൊന്ന് ഇൻസ്റ്റഗ്രാം സ്ക്രോൾ ചെയ്ത് പോയ ബ്ലൂ ആണ്, കാറ് നോക്കി ബ്ലൂ ആണ്. ഇനി കണക്ഷൻസ് ബിയോണ്ട് അല്ല. ബ്ലൂ എന്ന് പറയുന്നത് നമ്മൾ കൊച്ചി ടീം വന്നപ്പം നമ്മൾ മെൻ ഇൻ ബ്ലൂ ആണല്ലോ നമ്മുടെ ഇന്ത്യൻ ടീം. ഓക്കെ. ഇപ്പോൾ ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് ബ്ലൂ ആണ്. പിന്നെ പ്രൊഫഷണലിസം ആൻഡ് ട്രസ്റ്റ് എന്ന് പറയുന്നത് ബ്ലൂ കളർ റെപ്രസെന്റ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ അറബിക്കടൽ ബ്ലൂ ആണ്. അപ്പം അങ്ങനെയാണ് ബ്ലൂ തീമായത്, ടൈഗർ വന്നത്. പിന്നെ ബ്ലൂ ആയി കഴിഞ്ഞപ്പോൾ ഇപ്പം മൊത്തത്തിൽ ബ്ലൂ ആണ്. ഇപ്പം ഞങ്ങൾ 1-2 ബ്രാൻഡ്സ് വേറെ ഇപ്പം 1-2 സെലിബ്രിറ്റി ഷെഫ്സുമായിട്ട് ഇരുന്നിട്ട് കഴിഞ്ഞ ദിവസം ഞങ്ങൾ സ്പൈറലിന എന്ന് അറിയില്ല, സൂപ്പർ ഫുഡാണ്. അതിൻ്റെ ഒരു ബ്ലൂ സ്പൈറലിന ഉണ്ട്. അത് വെച്ച് ഞങ്ങൾ ബ്ലൂ കളർ ചപ്പാത്തി, ബ്ലൂ കളർ പൊറോട്ട, അതുപോലെ അങ്ങനെയുള്ള ഡിഷസ് അവിടെ വരെ എത്തിയല്ലേ. ഞങ്ങൾ മൊത്തത്തിൽ ബ്ലൂ വെച്ച് എന്തൊക്കെ ബ്രാൻഡ് ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങളിപ്പോൾ വർക്ക് വിത്ത് മെനി കമ്പനീസ്. അവരുടെ പ്രൊഡ്യൂസ് ഒത്തിരി അവരുമായിട്ട് അവരുടെ ഒരു ലൈൻ ഓഫ് പ്രോഡക്ട്സ് ഉണ്ടാക്കാൻ വേണ്ടിയൊക്കെ ഞങ്ങളിപ്പോൾ ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ബ്ലൂ നാച്ചുറലി വന്നതാണ്. ഐ ആർ നോട്ട് ഇൻക്ലൈൻഡ് ടു ബ്ലൂ, ബട്ട് നൗ വി ലവ് ബ്ലൂ. ധോണി ആപ്പിനെ പറ്റി ഒരു ചോദ്യം കൂടി എനിക്ക് ചോദിക്കാനുണ്ട്. സോ ഇപ്പം ഇത് ഡിജിറ്റലി നമ്മൾ ഇത്രയും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ക്രൗഡഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിലാണ് നിൽക്കുന്നത്. സോ വാട്ട് ഡസ് മേക്ക് ധോണി ആപ്പ് കുറച്ചുകൂടി ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നിൽക്കുന്നതിന്റെ റീസൺ എന്താ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ബേസിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ 600+ ബാങ്ക്സിന് നമ്മൾ വൈറ്റ് ലേബൽ സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. യൂറോപ്പിലാണെങ്കിൽ ഫുള്ള് മാസ്റ്റർ കാർഡ്, വിസ ഇവരുടെ എല്ലാം ഡേറ്റ പ്രോസസ്സ് ചെയ്യുന്നത് നമ്മൾ ത്രൂ ആണ് എല്ലാവർക്കും കൊടുക്കുന്നത്. ശരി. ഇപ്പോൾ UK 95 ബാങ്കിലൊക്കെ നമ്മൾ ക്യാഷ് ബാക്ക് എന്ന് കാണില്ലേ, 95% ഓഫ് ദ ഓഫേഴ്സ് കംസ് ത്രൂ വൺ ഓഫ് അവർ സിസ്റ്റർ കമ്പനി. അപ്പം അതാണ് അതിൻ്റെ യുണീക്നെസ്. ഇപ്പം നമ്മളതിൽ യൂണീക്ക് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളതിൽ ഇപ്പോൾ 15 ഡിഫറെൻറ്റ് കാർഡ്സ് ഉണ്ട്. ഈ കാർഡ്സ് എല്ലാം ഈ ആപ്പിൽ രജിസ്റ്റർ ചെയ്യും. ഹൈലി സെക്യൂർഡ് ആണ്. ഇവിടുത്തെ കംപ്ലയൻസ് എല്ലാം ഫോളോ ചെയ്തിട്ടുള്ള ഒരു ഹൈലി സെക്യൂർഡ് പ്ലാറ്റ്ഫോമിലാണ്. അപ്പം അതിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നു. നമ്മൾ സാധാരണ ക്യാഷ് ബാക്ക് എന്ന് പറഞ്ഞാൽ ഇന്ന കാർഡ് ഉപയോഗിച്ചാൽ എത്ര ശതമാനം, ഇന്ന കാർഡ്, അപ്പോൾ നമുക്ക് വി കനോട്ട് ഓൾവേസ് സീ വിച്ച് കാർഡ് വി യൂസ്. ഇതിൽ വരുമ്പോൾ ആ ബെനിഫിറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് യു ഗെറ്റ് എൻ അഡീഷണൽ റിവാർഡ്. സോ യു ഡോണ്ട് ഹാവ് ടു ബോദർ അബൌട്ട് ഏത് കാർഡ് ഉപയോഗിച്ചാലും ഓട്ടോമാറ്റിക്കായിട്ട് അത് ട്രാക്ക് ചെയ്ത് വിസ മാസ്റ്റർ കാർഡും അത് ട്രാക്ക് ചെയ്യും. And they will send back information and you get rewarded by the shop, participating shop. ഇതാണ് നമ്മുടെ യൂണിക് ആൻഡ് വി ആർ ഓൾറെഡി പ്രൊവൈഡിങ് സർവീസ് ടു B2B വേൾഡ് വൈഡ്. നിയർലി 27 കൺട്രീസിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ഈ വൈറ്റ് ലേബിളാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഇവിടെ ബാർക്ലേസ് കാണുമ്പോൾ ബാർക്ലേസിൻ്റെ ക്യാഷ് ബാക്ക് ആയിട്ടാണ് കാണുന്നത്. പക്ഷേ ആക്ച്വലി അണ്ടർലൈൻ സർവീസസ് പ്രൊവൈഡഡ് ബൈ അസ് എന്ന് പറഞ്ഞ പോലെ ഒരു വൈറ്റ് ലേബിൾ സൊല്യൂഷനാണ് ധോണി ആപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ധോണിയുടെ ഒരു ഇമേജും ഫാൻ ബേസും വെച്ചിട്ട് വി തോട്ട് വൈ നോട്ട് ട്രൈ ദിസ്. അതിൻ്റെ അകത്ത് എക്സ്ക്ലൂസീവ് എന്ന് പറയുന്നത് ധോണിയുടെ എക്സ്ക്ലൂസീവ് കണ്ടന്റ്സ് ഉണ്ട്. പ്ലസ് യു ഗെറ്റ് ദിസ് എക്സ്ക്ലൂസീവ് cash back rewards and companies will come and say in Dhoni app you will get extra 5%. So it's an opportunity for the businesses to promote their
business and give extra rewards to Dhoni. അപ്പോൾ ധോണി തന്നെ അന്ന് ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞതാണ്, people have given me so much of love. This is one way I'm giving back. Okay, got it. So അപ്പം ബിസിനസ്സുകാർക്ക് വന്നിട്ട് എക്സ്ട്രാ 5% അങ്ങനെ അവർക്ക് അത് ഫാൻസിന് കൊടുക്കാൻ പറ്റും. So that is what the uniqueness of Dhoni app is. But generally it is one of extension of one of our product. അതാണ് എൻ്റെ ഒരു. Okay. With a figure like MS Dhoni, which is connected to your brand, how do you maintain the authenticity and the trust when it comes to Dhoni app? I think firstly, MS Dhoni is a legend. He has won ODI World Cup, T20 World Cups and everything for India. And there is no other, well, there are captains who have won, but that much trophies and that much legacy nobody else carries. That's true. Yes. So there is naturally a trust factor for his abilities in cricket. And secondly, he has a huge team of lawyers and professionals working and managing his exposure to whatever brands and whatever it is. So definitely that carries a lot of trust with it. So that itself is like what gives people a bit of trust coming into Dhoni app and everything. That's what I feel. And then secondly, when you connect Dhoni with anything, automatically it gets a visibility. But beyond that visibility, what matters is if the product is genuinely useful to a consumer, then only you will recommend to somebody else. Reality of business. Reality. Yeah. But you get exposure or you get eyeballs, but then what is driven after that is by the uniqueness or the benefits of that product and not by just that. That is what every brand is. It's a visibility factor and trust factor is what you build. And then next is like, it's like any movie. When you go into a movie, okay, you saw the movie, you see the legend or whoever is acting in it, and so that is an exposure. But some films don't get that much collection or that much viewership. It's because always there is like people have their own sense of understanding and of the product or a movie or whatever it is, and then it is automatically a flow. So that's what we believe. So obviously Dhoni factor brings in a lot of trust and visibility, and then it is driven by what the product is and whether the consumers really want it. Absolutely. And that's one among the speciality of Dhoni app, I believe. Yes, definitely. ഇത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം കൂടെ എനിക്ക് ചോദിക്കാൻ തോന്നി. നമ്മളിപ്പോൾ ഒരു ഡിജിറ്റലി റണ്ണിങ് പ്ലാറ്റ്ഫോംസ് പ്രത്യേകിച്ച് ക്യാഷ് റിവാർഡ് ബാക്ക് ഒക്കെ വരുമ്പോൾ എന്തൊക്കെ റെഗുലേറ്ററി ചലഞ്ചസ് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട് ഇങ്ങനൊരു ബിസിനസ് റൺ ചെയ്യുമ്പോൾ? See, definitely it's a പ്രത്യേകിച്ച് ധോണി ആപ്പ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഇൻ ഇന്ത്യ, ഇറ്റ്സ് എ വേൾഡ് വൈഡ് ആപ്പ്. അപ്പോൾ നമുക്ക് ഓരോ രാജ്യത്തും ഈ കാർഡ് എന്ന് പറയുന്നത് ഹൈലി റെഗുലേറ്റഡ് ഒരു ഇൻഡസ്ട്രിയാണ്. അപ്പോൾ ഈ കാർഡ് സ്റ്റോർ ചെയ്യാനൊക്കെ നമുക്ക് പല ലെവൽ ഓഫ് കംപ്ലയൻസ് വേണം. നമ്മുടെ കമ്പനിക്ക് ആ കംപ്ലയൻസ് എല്ലാം ഉണ്ട്. അല്ലാതെ നമുക്ക് കാർഡ് എടുക്കാൻ പറ്റില്ല, സൂക്ഷിക്കാൻ പറ്റില്ല, പേയ്മെൻറ്റ് പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് വി വർക്ക് വിത്ത് വിസ ആൻഡ് മാസ്റ്റർ കാർഡ് ആൻഡ് സോ മെനി സർവീസ് പ്രൊവൈഡേഴ്സ് ഇൻ ദ സെക്ടർ. So they have their own level of due diligence and everything that has to go through. So it's a highly layered compliance procedure. So this company, as we said, we provide service to more than 600 banks across the world. So every level of compliance. So it's a huge thing. You cannot just you can have a white label of, if you want to start, we can give you a white label as long as you have X number of consumers. And the compliance layer we will take care of. From visa to banks, we will take care of the compliance procedure. So that's how it works. So it's not just one country. It's like every multiple countries ആണ്. So every country we has to have our own system. That itself is a challenge അല്ലേ? എല്ലാ കൺട്രീസിന്റെയും റെഗുലേറ്ററി റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. ഇന്ത്യയിൽ തന്നെ ഇപ്പം നമ്മുടെ ചില സ്റ്റാഫൊക്കെ ഏർണിംഗ് മോർ ദാൻ 1.2 crores per annum. സോ ദാറ്റ് ലെവൽ ഓഫ് കംപ്ലയൻസ് ആണ്. പുള്ളി നമ്മുടെ ഫൈസർവിൻ്റെയൊക്കെ ഡയറക്ടർ, ഫൈസർവ് ആൻഡ് ICICI ബാങ്ക് ഒരുമിച്ചുള്ള വെഞ്ചേഴ്സ്, അതിൻ്റെയൊക്കെ ഡയറക്ടർ ബോർഡിലുണ്ടായിരുന്ന ആളാണ്. സോ that's level of exposure and compliance and experience is required to run this kind of reward program. So it's a different ball game altogether, and you cannot do it alone. So you have to do it with a team of people who are experienced, who are highly qualified, who are highly exposed to these compliance and everything. And you have to work very
close to the regulatory bodies to achieve that. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യു ഹാവ് ടു ഫോളോ ദ ലോ ഓഫ് ദ ലാൻഡ്. കംസ് ടു ദ സെയിം പോയിന്റ്. കേട്ടപ്പോൾ തന്നെ ഒത്തിരി സന്തോഷം. ആൻഡ് ഐ വുഡ് ലൈക്ക് ടു അപ്രീഷിയേറ്റ് ഫോർ വാട്ട് എവർ യു ഡു ഇൻ റിഗാർഡ്സ് വിത്ത് പർട്ടിക്കുലർ ബിസിനസ് ഓഫ് ലൈക്ക് ഹാൻഡ്സ് ഓഫ് ചേട്ടാ. കാരണം വേറൊന്നും അല്ല, ഇത്രയും 27 കൺട്രീസിലേക്ക് ഇങ്ങനെ ഒരു ഡിജിറ്റലി റിവാർഡിംഗ് പ്ലാറ്റ്ഫോംസ് ഒക്കെ അതും ഇത്രയും റെഗുലേറ്ററി കംപ്ലയിൻസ് മീറ്റ് ചെയ്തുകൊണ്ട് നമ്മളിത് റൺ ചെയ്യാന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമല്ല. ഓഫ് കോഴ്സ് ഹാറ്റ്സ് ഓഫ് ഫോർ ദാറ്റ്. ഈ പറഞ്ഞ കൂട്ടത്തിൽ തന്നെ ഒരു കാര്യം കൂടി ജസ്റ്റ് ഒന്ന് ആഡ് ഓൺ ചെയ്യുവാണ്, അല്ലെങ്കിൽ എനിക്ക് അറിയാൻ ഒരു ക്യൂരിയോസിറ്റി. വേറെ ഒന്നുമല്ല, നമുക്കിപ്പം ബ്രാൻഡ് പാർട്ട്നേഴ്സ് ഉണ്ടാവണം ഇങ്ങനെ ഒരു ഇത്രയും വലിയൊരു ഫോം ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകണം. അപ്പം എത്രമാത്രം റെലവൻസ് ഉണ്ട് നമ്മുടെ ബ്രാൻഡ് പാർട്ട്നേഴ്സിന് ഈ ഒരു ഇൻഡസ്ട്രിയിൽ? അത് ഇതിൻ്റെ അകത്ത് ഒരു ചോദ്യത്തിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് 2 ടൈപ്പിൽ നമുക്ക് ബിസിനസ് ചെയ്യാം. നമ്മളിപ്പോൾ ഇന്ത്യയിൽ കേരളത്തിൽ നമ്മുടെ ഒരു ട്രഡീഷൻ വെച്ച് നമ്മൾ നോർമലി ബിസിനസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ എന്ന് വെച്ചാൽ കൂടുതലും ഫാമിലി ഫോക്കസ്ഡ് ബിസിനസ് ആയിരിക്കും. അതായത് ഞാനൊരു ബിസിനസ് വളർത്തിക്കൊണ്ടിരുന്നു, എന്നിട്ട് ഞാൻ എൻ്റെ നെക്സ്റ്റ് ജനറേഷന് അത് പാസ് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ഒരു തോട്ട് പ്രോസസ്സ് അല്ലേ നോർമലി. ഇപ്പോൾ അംബാനി എടുത്താൽ തന്നെ അംബാനി വന്നു, മുകേഷ് അംബാനിക്ക് കൊടുത്തു, അനിൽ അംബാനിക്ക് കൊടുത്തു, മുകേഷ് അംബാനി എന്ത് ചെയ്തു, അനിൽ അംബാനി എന്ത് ചെയ്തു നമ്മുടെ മുമ്പിലുണ്ട്. അതുപോലെ തന്നെ ആ ഒരു കൺസെപ്റ്റിലാണ് കൂടുതൽ ബിസിനസ് ഉള്ളത്. പക്ഷേ ഞാനിവിടെ വന്നിട്ട് UK വന്നിട്ടും ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ എക്സ്പോഷർ ആയപ്പം അതൊരു ടോട്ടലി ഡിഫറെൻറ്റ് ബോൾ ഗെയിമാണ്. അവിടെ ആൾക്കാർ ഇതൊരു ഫാമിലി ഓറിയൻറ്റഡ് ബിസിനസ്സായിട്ട് വളർത്തിക്കൊണ്ട് വരുമല്ല ചെയ്യുന്നത്. ദേ ബിൽഡ് എ ബിസിനസ് ടു എ സർട്ടൺ എക്സ്റ്റെൻറ്റ് ആൻഡ് ദെൻ അവർ റിട്ടയർമെൻ്റ് ഒക്കെ ആവുന്ന സമയത്തേക്ക് അവർ ജസ്റ്റ് സെൽ ഓഫ് ചെയ്തിട്ട് പോവാണ്. കാരണം എ ബിസിനസ് ടു ഗ്രോ ബിയോണ്ട് എ സർട്ടൺ ലെവൽ യു നീഡ് ബിസിനസ് പാർട്ട്നേഴ്സ്, യു നീഡ് ബ്രാൻഡ് പാർട്ട്ണർഷിപ്പ്. ആൻഡ് വിസയൊക്കെ നമ്മൾ നോക്കി ഇറ്റ്സ് നോട്ട് എ ഫാമിലി ഓറിയൻറ്റഡ് ബിസിനസ് അല്ലേ, ഇതൊക്കെ ഒരു കൊമേഴ്ഷ്യലി ഇതായിട്ട് പോകുന്ന ഒരു ബിസിനസ്സാണ്. അപ്പോൾ അതെങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ ഒരു അപ്രോച്ച് ആ ഒരു ബേസിലാണ്. കാരണം ഇതിനകത്ത് കുറേ ഇംഗ്ലീഷുകാരും എല്ലാവരും ഡയറക്ടേഴ്സായിട്ടുണ്ട്. അപ്പോൾ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ വന്നു, ഇപ്പോൾ നമുക്കൊരു കമ്പനി ഒരു ടേക്ക് ഓവർ ചെയ്യാം. അതായത് ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള, ഉദാഹരണം പറഞ്ഞാൽ ഇത്ര ബ്രാൻഡ്സ് അങ്ങനെയുള്ള കുറേ കമ്പനീസ് ഉണ്ട്. ഒരു 100 ബ്രാൻഡ്സുമായിട്ട് ഒരു കമ്പനിക്ക് ഓൾറെഡി വർഷങ്ങളായിട്ട് അവർ ബിൽഡ് ചെയ്തൊരു സാധനമാണ്. അങ്ങനെ വേറൊരു കമ്പനിക്ക് വേറൊരു 200 ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇവരിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് അവരെ നമ്മൾ അക്വയർ ചെയ്യും. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് അത് ഈസി ആയിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. സോ ഇറ്റ്സ് അബൌട്ട് ഇൻവെസ്റ്റിംഗ് ആൻഡ് ഇൻവെസ്റ്റിംഗ് ഇൻ ടു ദോസ് കമ്പനീസ് വിച്ച് ഓൾറെഡി ഹാവ്, അല്ലെങ്കിൽ ഇത്ര ക്വിക്കായിട്ട് ഗ്രോ ചെയ്യാൻ പറ്റും. ഇഫ് യു വാണ്ട് ടു എസ്റ്റാബ്ലിഷ് കണക്ഷൻസ് വിത്ത് ദീസ് മെനി ബാങ്ക്സ് ആൻഡ് ദീസ് മെനി ബ്രാൻഡ്സ് ഇറ്റ് ഈസ് ഗോൺ ടു ടേക്ക് യു ഏജസ്. പക്ഷേ ഈ ഒരു അപ്രോച്ചിന് if you have money you can invest and take over the entire ഇൻഡസ്ട്രിയിൽ നമുക്ക് മെയിൻ ആയിട്ട് നിൽക്കുന്ന ഒരു ടേക്ക് ഓവർ. ആ ഒരു ബിസിനസ് മോഡലാണ് യൂറോപ്പിലൊക്കെ നമ്മൾ കൂടുതൽ നോക്കിയത്. അതുകൊണ്ടാണ് ഇവിടെ എല്ലാം തന്നെ ഫ്രാഞ്ചൈസീസും ബിഗ് ബ്രാൻഡ്സും അല്ലേ, നാട്ടിലെ അല്ലല്ല. ശരിയാ, ദാറ്റ് ഈസ് എ ഡിഫറെന്റ് ബിസിനസ് മോഡൽ. അതാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. സോ ബ്രാൻഡ് പാർട്ട്നേഴ്സിന്റെ റെലവൻസും അങ്ങനെയാണ് വരുന്നത്. യെസ്. Cheta, do you see a blockchain play in the platform like this in future? It's a very interesting topic for me. കാരണം ഞാൻ ലോയർ ആയിരുന്ന സമയത്ത് ഞാൻ ഈ ബ്ലോക്ക് ചെയിനെ കുറിച്ചും ഇതിനെക്കുറിച്ചൊക്കെ ഒത്തിരി സെമിനാർസും ക്ലാസ്സസും ഒക്കെ എടുത്തിട്ടുണ്ട്. ഈവൻ നമ്മുടെ ഫ്രാൻസിൻ്റെ സെൻട്രൽ ബാങ്കിൻ്റെ ഹെഡും നമ്മുടെ ഇവിടുത്തെ ലോയിഡ്സിൻ്റെ ഇന്നോവേഷൻ്റെ സിഇഒയും ഞാനും കൂടി ഇരുന്നിട്ടുള്ള ഒരു പാനലിൽ ഡിസ്കഷൻസൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ പാനൽ ഡിസ്കഷനിലൊക്കെ എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടാണ് അതിൻ്റെ UK ലീഗൽ പെർസ്പെക്റ്റീവിൽ സംസാരിക്കാനൊക്കെ വേണ്ടിയിട്ട്. അങ്ങനെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരുന്നു. അങ്ങനെയാണ് ഞാൻ ആക്ച്വലി ബ്ലോക്ക് ചെയിനിലേക്കൊക്കെ എത്തി തുടങ്ങിയത്. ഇൻട്രസ്റ്റ് കിട്ടുന്ന അവിടെ നിന്നാണ്. എവറി ആസ്പെക്ട് ഓഫ് ലൈഫ് ഇസ് ഗോൺ ടു ബി അഫക്റ്റഡ് ബൈ ബ്ലോക്ക് ചെയിൻ ഇൻ വൺ വേ ഓർ ദ അതർ. ലൈക്ക് AI, ഇന്നത്തെ ഏറ്റവും വലിയ ടെക്നോളജിയാണ് AI. Did AI influence you? Of course, yes. And obviously blockchain will. കാരണം ഇറ്റ്സ് ലൈക്ക് നമ്മൾ വൺസ് ഈ പറഞ്ഞ പോലെ നമ്മൾ ഫീച്ചർ ഫോൺസ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കാലമുണ്ട് അല്ലേ, അതായത് നമ്മൾ സ്മാർട്ട് ഫോണിലേക്ക് വന്നു. ഇപ്പം നമ്മൾ തിരിച്ച് ഫീച്ചർ ഫോണിലേക്ക് പോകും, ഒരിക്കലും പോകില്ല. കാരണം നമ്മൾ വി ആർ യൂസ്ഡ് ടു ദാറ്റ്. അപ്പോൾ അതിൻ്റെ ഒരു കൺവീനിയൻസ് ഈ ടെക്നോളജി, ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കൺവീനിയൻസ് എന്ന് പറയുന്ന സാധനം ദാറ്റ് ഇസ് ഹൈ. ഇപ്പം വ്യത്യാസം എന്താണെന്ന് പറഞ്ഞുതരാം. ബ്ലോക്ക് ചെയിനും AI തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്. AI is data driven അല്ലേ? Yes. But this data is centrally controlled. True. Can you trust AI? We cannot. Because it's controlled by somebody. Government or somebody controls the data that is coming to you. But AI is useful.
Yes. To an extent, it is useful because those who don't know anything about it will get a generalized idea about okay what exactly it is. But is it something accurate? Absolutely, I would say illa. Accuracyയുടെ അപ്പുറത്ത് this data is already controlled and processed. Yes. അല്ലേ? അതായത് ഇപ്പൊ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ വരുമ്പോൾ ആൽഗോരിതം എന്ന് പറയും അല്ലേ, നമ്മൾ എന്ത് കാണുന്നത് അവർ തീരുമാനിക്കും എന്ന് പറഞ്ഞാൽ AI നമുക്ക് എന്ത് കിട്ടണം എന്ന് ഓൾറെഡി ഗവൺമെന്റ്സും ഇവരും ചിന്തിച്ച് അവർ കൺട്രോൾ ചെയ്ത സാധനമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം എവിടെയെന്ന് വെച്ചാൽ ആസ് എ ഇൻഡിവിജ്വൽ റൈറ്റ്സ് യു ആർ ബീൻ given the wrong information or you are not given the full information, right? And you have no way of tracking back. Absolutely right. But blockchain is the same thing, but this data is not controlled by anyone. It is a public ledger and you can track back to the beginning, where did it come from, and verify it yourself. So the transparency, trust എന്ന് പറയുന്ന സംഭവം ബ്ലോക്ക്ചെയിനിൽ, ഡീസെൻട്രലൈസ്ഡ് ബ്ലോക്ക്ചെയിനിൽ is there. So you don't, there is, obviously you told me you cannot trust. But in blockchain, once you understand blockchain, because you can track each and every data back to the beginning of it, so you will not say that it is not trustable anymore. Does it make a difference? It has a huge difference. That is the difference between AI and blockchain. So now you tell me, എനിക്ക് ഇത്രയും നാളെ ഞാൻ പറയുന്നത് നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ I would say yes, it is useful. That is the difference. So definitely both these technologies are good and both these technologies will influence you, but you will trust blockchain more than AI. It's going to be the reality anyway. Yeah. And so AI has to be on blockchain in future. But I don't know how far it is possible or like, but the processing power is huge, so that is it. But as far as you know, like the data should be accurate and we got the right to know that where exactly it comes from. Accurate എന്നുള്ളത് ഞാൻ അംഗീകരിക്കില്ല, പക്ഷേ രണ്ടാമത് പറയുന്നത് you have the right to know whether the information given to me or you is true or not. അത് നമുക്ക് അറിയാനുള്ള റൈറ്റ് ആണ് നമ്മുടെ, അല്ലേ? You need to know. It cannot be controlled. If it is controlled, then you are controlled. Absolutely. So you don't want to be controlled by something that is wrong. So obviously അങ്ങനെ വരുമ്പം you trust blockchain because you know the authenticity. But you also use AI because you need to draft an email, you need to understand things, you need to get information more. There are certain level, നമുക്ക് ട്രസ്റ്റ് ലെവൽ ഡിഫറെൻറ്റ് ലെവൽസ് ആണല്ലോ. So there is a certain level of trust you can apply. കാരണം ചില കാര്യങ്ങളിൽ ഇപ്പോൾ നമ്മളൊരു വ്യക്തിനെ ആണെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ നിങ്ങളെ ഞാൻ ട്രസ്റ്റ് ചെയ്യും, ചില കാര്യങ്ങൾ ഞാൻ ട്രസ്റ്റ് ചെയ്യില്ല. AI-നെ ഞാൻ ചില കാര്യങ്ങൾ ട്രസ്റ്റ് ചെയ്യും. പക്ഷേ ബ്ലോക്ക് ചെയിൻ എനിക്ക് എല്ലാത്തിലും ട്രസ്റ്റ് ചെയ്യും. കാരണം ആ ഇൻഫർമേഷൻ എനിക്ക് ബാക്ക് പോയി ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്ത് അതിൻ്റെ ബിഗിനിങ് വരെ എനിക്ക് വെരിഫൈ. So I know whether it's gone wrong or whether it is, I have the right. Maybe information wrong ആണെങ്കിൽ പോലും എനിക്ക് പോയി ചെക്ക് ചെയ്തിട്ട് റോങ് ആണെന്ന് മനസ്സിലാക്കാനുള്ള റൈറ്റ് എനിക്കുണ്ട്, എനിക്ക് പറ്റും. അപ്പോൾ ട്രസ്റ്റ് ലെവൽ ഓൺ ബ്ലോക്ക് ചെയിൻ അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഈ അസെറ്റ്, ഡിജിറ്റൽ അസെറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിൽ വരുമ്പോൾ എനിക്ക് ബാക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഐ ക്യാൻ ട്രസ്റ്റ് ദ ഇൻഫർമേഷൻ ഓൺ ബ്ലോക്ക് ചെയിൻ. ബട്ട് AI I cannot trust. ഇവൻ ഇപ്പം എത്രയോ ജഡ്ജ്മെന്റ്സ് ഉണ്ടെന്ന് അറിയും. അതായത് ഇപ്പം സ്പെഷ്യൽ വാർണിങ്സ് UK കോർട്ട്സ് ഇറക്കിയിട്ടുണ്ട്. അതായത് ഇഫ് യു ആർ എ ലോയർ യു കെ നോട്ട് ട്രസ്റ്റ് ഓൺ ദ AI ആൻഡ് പ്രൊഡ്യൂസ് ഇറ്റ് ബിഫോർ ദ കോർട്ട്, യു വിൽ ബി ലയബിൾ. അതായത് റോങ് കേസ് ലോസും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ വരുമല്ലോ, റോങ് കേസ് ലോസ് എത്തിയിട്ട് കോടതി മിസ്ലീഡ് ആയി പോകും. ഇപ്പോൾ കോർട്ട് പറഞ്ഞാൽ അത് പറ്റില്ല എന്ന് പറയും. സോ ഇറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി. യു ക്യാൻ പ്രൊഡ്യൂസ് ഇറ്റ് ബട്ട് യു ടേക്ക് ഇറ്റ്, യു ഹാവ് ടു വെരിഫൈ ഇറ്റ് എന്നുള്ള അതാണ്. But again they cannot verify it if it is an AI. But if it's a thing that is from a blockchain, decentralized blockchain, court has to approve it because it is being traceable. There is a root. കാരണം obviously അപ്പുറത്തെ സൈഡിൽ ഇരിക്കുന്ന ആൾ പറയുന്നത് ഇന്ന സ്ഥലത്ത് ഇത് തെറ്റാന്ന് പറയില്ലേ. And it's a transparency. That's it. You think government will move into it? It's quite obviously have to. They are forced to. Yeah, but again government മൂവ് ചെയ്യുമ്പോഴും ഈ ഒരു വിഷയമുണ്ട്. സെൻട്രലൈസ്ഡ് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന സംഭവമുണ്ട്, ഡീസെൻട്രലൈസ്ഡ് ബ്ലോക്ക് ചെയിൻ ഉണ്ട്. ഈ സെൻട്രലൈസ്ഡ് ബ്ലോക്ക് ചെയിനിൽ ഇൻഫർമേഷൻ ക്യാൻ ബി മാനിപ്പുലേറ്റഡ് ബൈ ദ ഗവൺമെന്റ്. അതേസമയത്ത് ഡീസെൻട്രലൈസ്ഡ് ബ്ലോക്ക് ചെയിൻ, അതായത് മൈനേഴ്സ് ആർ സിറ്റിംഗ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ വേൾഡ് എന്ന് പറയുമ്പോൾ എവറിബഡി ക്യാൻ വെരിഫൈ ഇറ്റ്. സോ യെസ്, ഇറ്റ്സ് എ സെൻട്രലൈസ്ഡ് ബ്ലോക്ക് ചെയിൻ ഉണ്ട്, ഡീസെൻട്രലൈസ്ഡ്. ലാസ്റ്റ് ആയിട്ടുള്ള എൻ്റെ ഒരു ചോദ്യം ഈ ഒരു സെഗ്മെന്റിൽ വേറൊന്നും അല്ല. ഇപ്പം നമുക്ക് ഒരുപാട് ആൾക്കാർ, പ്രത്യേകിച്ച് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഓണ്ടർപ്രനർ ലെവലിലേക്കൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഒരു സ്പോർട്സ് ടെക് അല്ലെങ്കിൽ ഒരു ഫാൻ എൻഗേജ്മെന്റ് ബിസിനസ്സിലേക്ക് എന്ത് അഡ്വൈസ് ആണ് ചേട്ടന് കൊടുക്കാൻ പറ്റുക?
It depends. Fan engagement business, it's about what value you bring in the product. അപ്പോൾ അത് പല ലെവലിലുണ്ടല്ലോ. ഒന്ന് യു ക്യാൻ ഓൺ എ ടീം അല്ലേ, ഒരു ഫ്രഞ്ചൈസി ഓൺ ചെയ്യാം, ഒരു സ്പോർട്സ് ഫ്രഞ്ചൈസി. അല്ലെങ്കിൽ യു ക്യാൻ ബി പാർട്ട് ഓഫ് എ സ്പോർട്സ് ഫ്രഞ്ചൈസി ആൻഡ് പ്രൊമോട്ട് ദ പ്രോഡക്ട്സ് ടു ദ ഫാൻസ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നിങ്ങളുടെ പ്രോഡക്റ്റിന് എന്താണ് വാല്യൂ ഉള്ളത്, ആൻഡ് ഇറ്റ്സ് എ ഗുഡ് പ്ലാറ്റ്ഫോം ടു promote it to the fans in a co-branding kind of style, because fans are more like they are so emotionally connected to the team. Ipo Manchester United paraya avara United bhayankar connected aanu, so they love whatever comes through. As long as you have a good product, you can co-brand and do it. You know, if you're talking about owning a franchisee kind of thing, then my recommendation will be, unless you have some excess money, don't go into it, because it is not an immediate revenue making business. It is more like a passionate kind of thing, and over a period of time the valuation will grow. But നമ്മൾ IPL teams ഒക്കെ എടുത്ത് over a period of the time the valuation has grown. അപ്പോൾ അത് ഇത്ര ടൈം എടുത്തു എന്ന് പറഞ്ഞാൽ it's a time consuming business. So if you have excess money, obviously it's a, you know, and if you are passionate about that business, then go for it. Otherwise, if you want to promote a product, that is also very, you know, one of the areas you can explore to expand your business. That is what I feel. സോ ഇവിടെയുള്ള യു കെയിലൊക്കെയുള്ള കറന്റ്ലി ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുള്ളവരുണ്ടാവും. ഡു യു തിങ്ക് അവർക്കൊരു റീസണബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നോർമൽ പേഴ്സൺ, ഇഫ് ദേ ഹാവ് എ പാഷൻ, ക്യാൻ ദേ മേക്ക് ഇറ്റ് ഹാപ്പൻ? പാഷൻ ഉണ്ട് ആർക്കും എന്തും ചെയ്യാൻ പറ്റും. അത് obviously, but it is a good industry where you can promote your products. If you have a good product, you work with a franchisee. അപ്പോൾ മുംബൈ ഇന്ത്യൻസ് ഒക്കെ ഇങ്ങനെ ഒരു ഓഫർ കൊടുത്തിട്ട് 50,000 rupees കൊടുത്താൽ you can make an application and you can then make a presentation of your product and everything, and then they will, if you qualify, then they will co-brand it and promote. എന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പം ചെയ്യുന്നുണ്ട്, ഞങ്ങളിപ്പോൾ പല കമ്പനീസുമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇഫ് യുവർ പ്രോഡക്റ്റ് ഇസ് ഗുഡ്, ദെൻ വി വിൽ കോ ബ്രാൻഡ് ആൻഡ് പ്രൊമോട്ട്. അപ്പം അങ്ങനെ ഒരു ഇറ്റ്സ് എൻ ഈസിയർ ഏരിയ. കാരണം B2B ആണ്. നിങ്ങളുടെ പ്രോഡക്റ്റ് ഒരു ബിസിനസ് എടുക്കുന്നു, ആ ബിസിനസ് അവരുടെ ഒരു ലാർജർ കൺസ്യൂമറിലേക്ക് പെട്ടെന്ന് എത്തിക്കും. അപ്പം നിങ്ങളുടെ മാർക്കറ്റിംഗ് കോസ്റ്റ് ഡൗൺ ആണ്, പെട്ടെന്ന് അവരിലേക്ക് റീച്ച് ചെയ്യും. സോ യു ഹാവ് ടു തിങ്ക്, ഓക്കെ, വാട്ട് വിൽ ഫാൻസ് ലൈക്ക്, അങ്ങനെ ചിന്തിച്ച് നമ്മളൊരു ബിസിനസ് കൊണ്ടുവരികയാണെങ്കിൽ യെസ്, ദാറ്റ് ഇസ് ഓപ്പർച്യൂണിറ്റി. യെസ്, താങ്ക് യു സോ മച്ച് ചേട്ടാ. അങ്ങനെ നമ്മൾ ഈ ഒരു ഫസ്റ്റ് എപ്പിസോഡിന്റെ എൻഡിലേക്ക് വന്നിരിക്കുകയാണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ സ്പെൻഡിങ്. നമ്മൾ കഴിഞ്ഞ കുറേ മണിക്കൂറുകളായിട്ട് ഒരുമിച്ചായിരുന്നു, ആൻഡ് ഇറ്റ്സ് ബീൻ സോ വാല്യുബിൾ. അത് എനിക്ക് മാത്രമല്ല, നമ്മളെ കാണുന്ന ഓഡിയൻസിനും ഒത്തിരി 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 കാര്യങ്ങൾ ചേട്ടനിൽ നിന്ന് അറിയാൻ പറ്റി. സോ താങ്ക് യു സോ മച്ച് ഫോർ സ്പെൻഡിങ് ദിസ് ടൈം. അപ്പോൾ ഈ ഒരു ഇത് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് മോർ ഇൻടു നമ്മൾ സ്പോർട്സ്, ഓൾസോ യുവർ പേഴ്സണൽ ലൈഫായിരുന്നു. പക്ഷെ നമ്മുടെ ഒരു വലിയ മൂവി അടുത്ത ഒരു എപ്പിസോഡിൽ നമ്മൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ അറിയാൻ പോവാണ്. മെയിലാണ് നമ്മൾ റിലീസ് ചെയ്യുന്നത്. സോ മൂവിയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്. എന്തായാലും കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചില്ല. ഇറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ്. താങ്ക് യു സോ മച്ച് ചേട്ടാ.